ഒരു രാത്രി, വെറുമൊരൊറ്റ രാത്രി കൊണ്ട് ഒരു തുള്ളി ചോര പോലും വീഴ്ത്താതെ ലോകത്തിലെ അന്നത്തെ ഏറ്റവും വലിയ, ഏറ്റവും സുരക്ഷിതമായ നഗരം ഒരാൾ കീഴടക്കുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ. ആരും കാണാതെ നഗരത്തിന് നടുവിലൂടെ ഒഴുകുന്ന നദി വറ്റിപ്പോവുകയും ആ നദിയിലൂടെ ഒരു വമ്പൻ സൈന്യം നിശബ്ദമായി നഗരത്തിലേക്ക് നടന്നു കയറുകയും ചെയ്യുന്നു. ഹലോ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ ഇറാൻ നിൽക്കുന്ന മണ്ണിലേക്കാണ്. ഏകദേശം 2500-ലധികം വർഷങ്ങൾക്ക് മുൻപ് ലോകം കണ്ട ഏറ്റവും വലിയ സാമ്രാജ്യത്തിൻ്റെ കഥയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. പേർഷ്യൻ സാമ്രാജ്യം. ഒരു ചെറിയ ആട്ടിടയ ഗോത്രത്തിൽ തുടങ്ങി ഇന്ത്യ മുതൽ ഗ്രീസ് വരെയും ഈജിപ്റ്റ് മുതൽ റഷ്യ വരെയും പടർന്നു പന്തലിച്ച ഒരു സാമ്രാജ്യത്തിൻ്റെ കഥ. ഈ കഥയിലെ പ്രധാന നായകൻ സൈറസ് എന്ന യുവാവാണ്. ചരിത്രം അദ്ദേഹത്തെ വിളിക്കുന്നത് സൈറസ് ദ ഗ്രേറ്റ് എന്നാണ്. യുദ്ധം ജയിക്കാൻ മാത്രമല്ല, മനുഷ്യരെ സ്നേഹിക്കാനും അറിയാമായിരുന്ന ഒരു രാജാവ്. അടിമകളെ മോചിപ്പിച്ച, ജനങ്ങൾക്ക് അവരവരുടെ ദൈവങ്ങളെ ആരാധിക്കാൻ സ്വാതന്ത്ര്യം നൽകിയ, ലോകത്തിലെ ആദ്യത്തെ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയ ഭരണാധികാരി. ഈ കഥ മുഴുവൻ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, വെറും വാളും പരിചയം കൊണ്ട് മാത്രമല്ല, ബുദ്ധിയും തന്ത്രവും കാരുണ്യവും കൊണ്ടാണ് പേർഷ്യക്കാർ ലോകം ഭരിച്ചതെന്ന്. എങ്ങനെയാണ് ആട്ടിടയന്മാർ ലോകത്തിൻ്റെ രാജാക്കന്മാരായത്? എങ്ങനെയാണ് അവർ മരുഭൂമിയിൽ പൂന്തോട്ടങ്ങൾ ഉണ്ടാക്കിയത്? ആ വലിയ കഥയുടെ തുടക്കം കേൾക്കാൻ നിങ്ങൾ തയ്യാറാണോ? കണ്ണുകൾ അടച്ച് ഒന്ന് സങ്കൽപ്പിക്കൂ. രാത്രിയുടെ നിശബ്ദതയിൽ നിലാവെളിച്ചത്തിൽ തിളങ്ങി നിൽക്കുന്ന ബാബിലോൺ നഗരത്തിൻ്റെ വമ്പൻ മതിലുകൾ. ആ മതിലുകൾക്ക് താഴെ മുട്ടോളം വെള്ളത്തിൽ ശബ്ദമുണ്ടാക്കാതെ നടന്നു നീങ്ങുന്ന ആയിരക്കണക്കിന് പടയാളികൾ. ഒരു നിമിഷം സുഹൃത്തുക്കളെ, നിശബ്ദമായ ഈ രാത്രിയാത്ര നിങ്ങളുടെ മനസ്സിന് കുളിർമയേകുന്നുണ്ടെങ്കിൽ ആ സ്നേഹം ഒരു ലൈക്കിലൂടെയോ ഹൈപ്പിലൂടെയോ അറിയിക്കാൻ മറക്കരുതേ. ഒപ്പം കഥകളുടെ ഈ മാന്ത്രിക ലോകത്ത് ഇനിയും നമുക്ക് കണ്ടുമുട്ടാൻ സ്ലംബർ സാഗ എന്ന നമ്മുടെ ഈ കൊച്ചു കുടുംബത്തിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ രാവിൻ്റെ ഏത് യാമത്തിലാണ്, ഏത് ദേശത്തിരുന്നാണ് നിങ്ങൾ ഈ കഥ കേൾക്കുന്നതെന്ന് താഴെ കുറിക്കുമല്ലോ. നിങ്ങൾ ഓരോരുത്തരും എവിടെ നിന്നൊക്കെയാണെന്നറിയാൻ എനിക്കേറെ ആഗ്രഹമുണ്ട്. ഇനി മുറിയിലെ വെളിച്ചം കുറച്ച് ഫാനിൻ്റെ ആ നേർത്ത താരാട്ട് ശബ്ദത്തിലേക്ക് ചാഞ്ഞുറങ്ങാൻ തയ്യാറെടുക്കൂ. നമുക്കൊരുമിച്ച് കഥകളുടെ ആഴങ്ങളിലേക്ക് പതിയെ ഒഴുകി നീങ്ങാം. നമ്മുടെ കഥ തുടങ്ങുന്നത് BC 550 കാലഘട്ടത്തിലാണ്. ഇന്നത്തെ ഇറാനിലെ വരണ്ട പാറക്കെട്ടുകൾ നിറഞ്ഞ പ്രദേശങ്ങളിൽ പേർഷ്യക്കാർ എന്നറിയപ്പെടുന്ന ഒരു കൂട്ടം ആളുകൾ ജീവിച്ചിരുന്നു. അന്നത്തെ ലോക ഭൂപടം നോക്കിയാൽ പേർഷ്യക്കാർ വെറും നിസ്സാരക്കാരായിരുന്നു. അവരുടെ വടക്ക് ഭാഗത്ത് മീഡിയൻ സാമ്രാജ്യം എന്നൊരു വമ്പൻ ശക്തിയുണ്ട്. പേർഷ്യക്കാർ യഥാർത്ഥത്തിൽ ഈ മീഡിയൻ സാമ്രാജ്യത്തിന് കീഴിലുള്ള ചെറിയൊരു ഗോത്രമായിരുന്നു. ആടുകളെ മേയിച്ചും കൃഷി ചെയ്തും തങ്ങളുടെ ചെറിയ ലോകത്ത് ഒതുങ്ങി ജീവിച്ചിരുന്നവർ. പക്ഷേ ഈ ഗോത്രത്തിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റു വരുന്നു. കൂറോഷ്, അല്ലെങ്കിൽ നമ്മൾ എന്ന് വിളിക്കുന്ന സൈറസ്. സൈറസ് വെറുമൊരു സാധാരണക്കാരനായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ അമ്മ മീഡിയൻ രാജാവായ അസ്റ്റിയാജസിൻ്റെ മകളായിരുന്നു. അതുകൊണ്ടുതന്നെ രാജകീയ രക്തം അദ്ദേഹത്തിൻ്റെ സിരകളിലുണ്ടായിരുന്നു. പക്ഷെ തൻ്റെ ജനങ്ങൾ മറ്റൊരു സാമ്രാജ്യത്തിന് കീഴിൽ അടിമകളെപ്പോലെ കഴിയുന്നത് സൈറസിന് സഹിക്കാൻ കഴിയുന്നില്ല. അയാൾക്ക് വലിയ സ്വപ്നങ്ങളുണ്ടായിരുന്നു. തൻ്റെ ചെറിയ ഗോത്രങ്ങളെ ഒന്നിപ്പിച്ച് വലിയൊരു ശക്തിയാക്കി മാറ്റണം എന്നയാൾ ആഗ്രഹിക്കുന്നു. സൈറസ് ആദ്യം ചെയ്തത് ചിതറിക്കിടന്നിരുന്ന പേർഷ്യൻ ഗോത്രങ്ങളെ ഒരുമിപ്പിക്കുകയാണ്. നമ്മൾ എന്തിനാണ് മറ്റുള്ളവർക്ക് കപ്പം കൊടുക്കുന്നത്? നമ്മൾ എന്തിനാണ് തല കുമ്പിട്ട് നിൽക്കുന്നത് എന്ന സൈറസിൻ്റെ ചോദ്യം പേർഷ്യൻ യുവാക്കളുടെ രക്തം തിളപ്പിക്കുന്നു. അങ്ങനെ ലോകം അന്നുവരെ കണ്ടിട്ടില്ലാത്തൊരു അട്ടിമറിക്ക് തുടക്കമിടുന്നു. സൈറസ് തൻ്റെ സ്വന്തം മുത്തച്ഛനായ മീഡിയൻ രാജാവ് അസ്റ്റിയാജസിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നു. സാധാരണഗതിയിൽ വലിയൊരു സാമ്രാജ്യത്തിനെതിരെ ചെറിയൊരു ഗോത്രം യുദ്ധം ചെയ്താൽ തോൽവി ഉറപ്പാണ്. മീഡിയൻ സൈന്യം വളരെ വലുതാണ്. അവർക്ക് മികച്ച കുതിരപ്പടയുണ്ട്. പക്ഷേ സൈറസിനൊരു പ്രത്യേക കഴിവുണ്ടായിരുന്നു. അയാൾക്ക് ആളുകളെ കയ്യിലെടുക്കാൻ അറിയാം. യുദ്ധക്കളത്തിൽ വച്ച് മീഡിയൻ രാജാവിൻ്റെ സ്വന്തം സൈന്യാധിപന്മാർ വരെ സൈറസിൻ്റെ വ്യക്തിത്വത്തിൽ ആകൃഷ്ടരായി അദ്ദേഹത്തിൻ്റെ കൂടെ ചേരുന്നു. സ്വന്തം സൈന്യം തന്നെ ചതിക്കുന്നത് കണ്ട് അസ്റ്റിയാജസ് ഞെട്ടിപ്പോകുന്നു. ഒരു വലിയ രക്തച്ചൊരിച്ചിലില്ലാതെ തന്നെ മീഡിയൻ സാമ്രാജ്യം സൈറസിൻ്റെ കൈകളിലേക്ക് വീഴുന്നു. അതോടെ പേർഷ്യക്കാർ വെറും ആട്ടിടയന്മാരല്ലാതായി മാറുന്നു. അവർ ഒരു സാമ്രാജ്യത്തിൻ്റെ അവകാശികളാകുന്നു. ഇത് കേട്ടപ്പോൾ അയൽ രാജ്യത്തുള്ള മറ്റൊരു രാജാവിന് അത്ര രസമില്ല.
ലിഡിയ എന്ന സമ്പന്നമായ രാജ്യത്തെ രാജാവായിരുന്നു ക്രോസസ്. ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരൻ എന്നായിരുന്നു ക്രോസസ് അറിയപ്പെട്ടിരുന്നത്. സ്വർണ്ണ നാണയങ്ങൾ ആദ്യമായി ഉപയോഗിച്ചു തുടങ്ങിയത് ലിഡിയക്കാരായിരുന്നു. പേർഷ്യയിൽ നടക്കുന്ന ഈ മാറ്റങ്ങൾ കണ്ട് ക്രോസസ് കരുതി, ഇതാണ് അവസരം. ആ ചെറിയ പേർഷ്യൻ പയ്യനെ തോൽപ്പിച്ച് അവൻ്റെ രാജ്യം കൂടെ എനിക്ക് പിടിച്ചെടുക്കാം. ക്രോസസ് ഒരു വലിയ സൈന്യവുമായി പേർഷ്യയിലേക്ക് മാർച്ച് ചെയ്യുന്നു. പക്ഷെ സൈറസ് വിചാരിച്ചതിലും തന്ത്രശാലിയായിരുന്നു. ലിഡിയൻ സൈന്യത്തിന് വമ്പൻ കുതിരപ്പടയുണ്ടായിരുന്നു. കുതിരകളെ വെച്ച് പേർഷ്യൻ കാലാൾപ്പടയെ ചവിട്ടിമെതിക്കാമെന്നായിരുന്നു ക്രോസസിന്റെ കണക്കുകൂട്ടൽ. എന്നാൽ സൈറസ് ഒരു വിചിത്രമായ തന്ത്രം പ്രയോഗിക്കുന്നു. അയാൾ തൻ്റെ സൈന്യത്തിൻ്റെ മുൻനിരയിൽ ഒട്ടകങ്ങളെ അണിനിരത്തുന്നു. ഇത് കണ്ട് ലിഡിയൻ സൈന്യം ചിരിച്ചു കാണും. യുദ്ധത്തിന് ആരെങ്കിലും ഒട്ടകത്തെ കൊണ്ടുവരുമോ? പക്ഷേ കുതിരകൾക്ക് ഒട്ടകങ്ങളുടെ മണം ഒട്ടും ഇഷ്ടമല്ലെന്ന് സൈറസിന് അറിയാമായിരുന്നു. യുദ്ധം തുടങ്ങിയതും പേർഷ്യൻ ഒട്ടകങ്ങളുടെ രൂക്ഷമായ ഗന്ധമടിച്ച് ലിഡിയൻ കുതിരകൾ വിരണ്ടോടാൻ തുടങ്ങി. നിയന്ത്രണം വിട്ട കുതിരകൾ സ്വന്തം സൈന്യത്തെ തന്നെ ചവിട്ടിമെതിച്ചു. അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനായ ക്രോസസിനെ സൈറസ് തോൽപ്പിക്കുന്നു. ലിഡിയ എന്ന സ്വർണ്ണഖനി പേർഷ്യയുടെ ഭാഗമാകുന്നു. ഇപ്പോൾ സൈറസിന്റെ കയ്യിൽ പണമുണ്ട്, സൈന്യമുണ്ട്, അധികാരമുണ്ട്. ഇനി ബാക്കിയുള്ളത് ഒരേ ഒരു ലക്ഷ്യം മാത്രം: ബാബിലോൺ. ബാബിലോൺ എന്ന് കേൾക്കുമ്പോൾ തന്നെ അന്നത്തെ ആളുകൾക്ക് ഭയവും അത്ഭുതവുമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ നഗരം, വമ്പൻ മതിലുകൾ. ആ മതിലുകൾക്ക് മുകളിലൂടെ 2 രഥങ്ങൾക്കൊരേ സമയം ഓടിക്കാൻ മാത്രം വീതിയുണ്ടായിരുന്നു. ആർക്കും ഒരിക്കലും കീഴടക്കാൻ കഴിയില്ലെന്ന് വിശ്വസിച്ചിരുന്ന കോട്ട. നബുനേഡസ് എന്ന രാജാവായിരുന്നു അന്ന് ബാബിലോൺ ഭരിച്ചിരുന്നത്. പക്ഷെ അയാൾക്ക് ജനങ്ങളുടെ ഇടയിൽ വലിയ മതിപ്പില്ലായിരുന്നു. അയാൾ എപ്പോഴും യാത്രകളിലായിരുന്നു. ബാബിലോണിലെ ദൈവങ്ങളെ അയാൾ വേണ്ട വിധം ആദരിച്ചിരുന്നില്ല എന്ന് ജനങ്ങൾ വിശ്വസിച്ചിരുന്നു. സൈറസ് ബാബിലോണിലേക്ക് തൻ്റെ കണ്ണുകൾ തിരിച്ചപ്പോൾ അദ്ദേഹം ചിന്തിച്ചത് യുദ്ധം ചെയ്ത് ജയിക്കാനല്ല. കാരണം ആ വലിയ മതിലുകൾ തകർക്കാൻ വർഷങ്ങളെടുത്താലും കഴിയില്ല. ഉപരോധമേർപ്പെടുത്തിയാൽ ബാബിലോണിൽ 20 വർഷത്തേക്കുള്ള ഭക്ഷണമുണ്ട്. അപ്പോൾ എന്തു ചെയ്യും? അവിടെയാണ് സൈറസിൻ്റെ ബുദ്ധി പ്രവർത്തിക്കുന്നത്. ബാബിലോൺ നഗരത്തിന് നടുവിലൂടെ യൂഫ്രട്ടീസ് നദി ഒഴുകുന്നുണ്ട്. നദി നഗരത്തിലേക്ക് പ്രവേശിക്കുന്നതും പുറത്തേക്ക് പോകുന്നതും മതിലുകൾക്ക് താഴെ വലിയ ഇരുമ്പ് ഗേറ്റുകളിലൂടെയാണ്. വെള്ളം ഒഴുകുന്നിടത്തോളം കാലം ആർക്കും ആ വഴിയെ ഉള്ളിൽ കടക്കാൻ കഴിയില്ല. സൈറസ് തൻ്റെ സൈനികരോടൊരു വലിയ പണി ഏൽപ്പിക്കുന്നു. നഗരത്തിന് പുറത്ത് നദിയുടെ ഗതി തിരിച്ചുവിടാൻ വലിയ കനാലുകൾ കുഴിക്കാൻ തുടങ്ങുന്നു. ഇത് ബാബിലോണിലെ കാവൽക്കാർ കാണുന്നുണ്ടെങ്കിലും അവർക്ക് കാര്യം മനസ്സിലാവുന്നില്ല. എന്തിനാണിവർ വെറുതെ മണ്ണുമാന്തി കളിക്കുന്നത് എന്ന് അവർ പരിഹസിച്ചു കാണും. അങ്ങനെ ഒരു ദിവസം രാത്രി ബാബിലോണിൽ വലിയൊരു ആഘോഷം നടക്കുകയായിരുന്നു. രാജാവും പ്രഭുക്കന്മാരും ജനങ്ങളും മദ്യപിച്ചു നൃത്തം ചെയ്ത് മതിമറന്ന് ആഘോഷിക്കുകയാണ്. നമ്മുടെ മതിലുകൾ സുരക്ഷിതമാണ്, ആർക്കും നമ്മളെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന അഹങ്കാരമായിരുന്നു അവർക്ക്. ആ രാത്രി സൈറസ് തൻ്റെ പദ്ധതി നടപ്പിലാക്കുന്നു. അവർ കുഴിച്ചുവെച്ചിരുന്ന കനാലുകൾ തുറന്നുവിടുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ യൂഫ്രട്ടീസ് നദിയിലെ വെള്ളം ആ കനാലുകളിലൂടെ വഴിമാറി ഒഴുകാൻ തുടങ്ങി. നഗരത്തിലേക്ക് ഒഴുകുന്ന നദിയിലെ വെള്ളം കുറഞ്ഞു കുറഞ്ഞ് മുട്ടോളം മാത്രമായി. ഇരുട്ടിൻ്റെ മറവിൽ സൈറസിൻ്റെ പടയാളികൾ നദിയിലൂടെ ചെളിയിലൂടെ നടന്ന് ആ വലിയ മതിലുകൾക്ക് താഴെയുള്ള ഇരുമ്പ് ഗേറ്റുകൾക്കടുത്തെത്തി. അത്ഭുതമെന്ന് പറയട്ടെ, അന്ന് രാത്രി ആഘോഷത്തിൻ്റെ ലഹരിയിൽ കാവൽക്കാർ ആ ഗേറ്റുകൾ അടയ്ക്കാൻ മറന്നുപോയിരുന്നു. അല്ലെങ്കിൽ ഒരുപക്ഷേ സൈറസിൻ്റെ ചാരന്മാർ അത് നേരത്തെ തുറന്നിട്ടിട്ടുണ്ടാവാം. നഗരം ഉറങ്ങുന്നില്ല, അവർ ആഘോഷത്തിലാണ്. ആ ബഹളത്തിനിടയിൽ ആയിരക്കണക്കിന് പേർഷ്യൻ പടയാളികൾ നിശബ്ദരായി നഗരത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു. ആരും അവരെ തടഞ്ഞില്ല, ആരും അറിഞ്ഞതുപോലുമില്ല. നേരം വെളുത്തപ്പോഴേക്കും ബാബിലോൺ സൈറസിൻ്റെ കാൽ കീഴിലായി കഴിഞ്ഞിരുന്നു. ഒരു തുള്ളി ചോര പോലും ചിന്താതെ ലോകത്തിലെ ഏറ്റവും വലിയ നഗരം വീണു. ബാബിലോൺ കീഴടക്കിയ സൈറസ് ചെയ്തതെന്താണെന്നറിയാമോ? സാധാരണ രാജാക്കന്മാർ ചെയ്യുന്നതുപോലെ കൊള്ളയടിക്കാനോ കൊലപാതകങ്ങൾക്കോ അദ്ദേഹം മുതിർന്നില്ല. അദ്ദേഹം നഗരവാസികളോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, നിങ്ങളുടെ ദൈവങ്ങളെ നിങ്ങൾക്ക് തന്നെ ആരാധിക്കാം. നിങ്ങളുടെ സ്വത്തുവകകൾ സുരക്ഷിതമാണ്. അവിടെ അടിമകളായി പാർപ്പിച്ചിരുന്ന ജൂത ജനതയെ അദ്ദേഹം മോചിപ്പിച്ചു. നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിലേക്ക് മടങ്ങാം. ജെറുസലേമിലെ നിങ്ങളുടെ ക്ഷേത്രം പുതുക്കിപ്പണിയാം എന്ന് സൈറസ് അവരോട് പറഞ്ഞു. ചരിത്രത്തിൽ ആദ്യമായി ഒരു രാജാവ് കീഴടക്കിയ ജനതയ്ക്ക് സ്വാതന്ത്ര്യം നൽകുന്നു. ഇതിൻ്റെ തെളിവായി സൈറസ് സിലിണ്ടർ എന്നൊരു കളിമൺ ശിലാലിഖിതം ഇന്നും ലണ്ടനിലെ മ്യൂസിയത്തിൽ ഇരിക്കുന്നുണ്ട്.
ലോകത്തിലെ ആദ്യത്തെ മനുഷ്യാവകാശ രേഖയായിട്ടാണ് പലരും ഇതിനെ കാണുന്നത്. ബാബിലോൺ വീണതോടെ പേർഷ്യ വെറുമൊരു രാജ്യമല്ലാതായി മാറി, അതൊരു സാമ്രാജ്യമായി. കിഴക്ക് ഇന്ത്യയുടെ അതിർത്തികൾ മുതൽ പടിഞ്ഞാറ് മെഡിറ്ററേനിയൻ കടൽ വരെ നീളുന്ന ഒരു വമ്പൻ പ്രദേശം. സൈറസ് ഇപ്പോൾ വെറും സൈറസ് അല്ല, ഷഹൻഷായാണ്, രാജാക്കന്മാരുടെ രാജാവ്. പക്ഷേ സാമ്രാജ്യം വലുതാകുമ്പോൾ ഉത്തരവാദിത്തങ്ങളും കൂടും. ഈ വലിയ ഭൂപ്രദേശം എങ്ങനെ ഒരുമിച്ച് നിർത്തുമായിരുന്നു? സൈറസിന് ശേഷം വന്നവർക്ക് ഈ വമ്പൻ സാമ്രാജ്യം കാത്തുസൂക്ഷിക്കാൻ കഴിഞ്ഞോ? അതോ മരുഭൂമിയിലെ മണൽക്കാറ്റ് പോലെ അത് തകർന്നുപോയോ? ഒരു സാമ്രാജ്യം പണിയാൻ വാള് മാത്രം പോരാ, അത് നിലനിർത്താൻ കൊട്ടാരങ്ങളും റോഡുകളും നിയമങ്ങളും വേണം. മരുഭൂമിയിൽ അത്ഭുതങ്ങൾ പണിത മറ്റൊരു രാജാവിൻ്റെ കഥയാണ് നമ്മളെ കാത്തിരിക്കുന്നത്. സൈറസ് മരിച്ച് അധികം കഴിയുന്നതിന് മുൻപ് തന്നെ പേർഷ്യൻ സാമ്രാജ്യം ഒരു വലിയ പ്രതിസന്ധിയിലായി. സൈറസിൻ്റെ മകൻ കാംബേസിസ് അച്ഛനെപ്പോലെ തന്നെ ധീരനായിരുന്നു. അയാൾ ഈജിപ്ത് കൂടി കീഴടക്കി പേർഷ്യൻ സാമ്രാജ്യത്തോട് ചേർത്തു. പിരമിഡുകളുടെ നാടിപ്പോൾ പേർഷ്യയുടെ ഭാഗമാണ്. പക്ഷെ കാംബേസിസിൻ്റെ മരണം വളരെ ദുരൂഹമായിരുന്നു. അദ്ദേഹം മരിച്ചതോടെ കൊട്ടാരത്തിൽ വലിയൊരു അട്ടിമറി നടക്കുന്നു. ബാർദിയ എന്ന പേരിൽ മരിച്ചുപോയ രാജകുമാരനാണെന്ന് അവകാശപ്പെട്ട് ഒരു മാന്ത്രികൻ സിംഹാസനം പിടിച്ചടക്കുന്നു എന്ന് കഥകളുണ്ട്. ആകെ മൊത്തം അരാജകത്വം. സാമ്രാജ്യം തകർന്നുപോകുമോ എന്ന് എല്ലാവരും ഭയന്ന സമയം. ആ സമയത്താണ് ദാരിയസ് എന്ന യുവാവ് കടന്നുവരുന്നത്. സൈറസിൻ്റെ നേരിട്ടുള്ള മകനല്ല, പക്ഷേ രാജകുടുംബത്തിലെ ഒരകന്ന ബന്ധുവാണ്. ദാരിയസ് തൻ്റെ 6 സുഹൃത്തുക്കളുമായി ചേർന്ന് കൊട്ടാരത്തിലേക്ക് ഇരച്ചു കയറുകയും കപടരാജാവിനെ വധിച്ച് അധികാരം പിടിച്ചെടുക്കുകയും ചെയ്യുന്നു. ഇതൊരു സിനിമാ ക്ലൈമാക്സ് പോലെ തോന്നാം, പക്ഷേ അവിടെ തീർന്നില്ല. ദാരിയസ് രാജാവായി എന്ന് കേട്ടതോടെ സാമ്രാജ്യത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. നീ ആരാണ് ഞങ്ങളെ ഭരിക്കാനെന്ന ചോദ്യവുമായി പല വിപ്ലവകാരികളും രംഗത്തെത്തി. പക്ഷെ ദാരിയസ് വെറുമൊരു പോരാളിയായിരുന്നില്ല, അസാമാന്യമായ മനക്കരുത്തുള്ള ഒരു നേതാവായിരുന്നു. വെറുമൊരൊറ്റ വർഷം കൊണ്ട് 19 യുദ്ധങ്ങൾ ജയിച്ച് 9 എതിരാളി രാജാക്കന്മാരെ തടവിലാക്കി അദ്ദേഹം തൻ്റെ അധികാരമുറപ്പിച്ചു. ഈ വിജയങ്ങളെല്ലാം അദ്ദേഹം ഒരു വലിയ പാറയിൽ കൊത്തിവെച്ചു. അതാണ് ബെഹിസ്തൂൺ ശിലാലിഖിതം. അത് ഇന്നും നിലനിൽക്കുന്നുണ്ട്. താൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാണെന്ന് ദാരിയസ് ലോകത്തോട് വിളിച്ചു പറഞ്ഞു. സമാധാനം തിരികെ കൊണ്ടുവന്ന ശേഷം ദാരിയസ് ചുറ്റും നോക്കിയപ്പോൾ കണ്ടത് കൈകാര്യം ചെയ്യാൻ പറ്റാത്തത്ര വലുതായിപ്പോയ ഒരു സാമ്രാജ്യത്തെയാണ്. ഇന്ത്യയിലെ സിന്ധു നദി മുതൽ യൂറോപ്പിലെ ഗ്രീസ് വരെ, റഷ്യയിലെ മഞ്ഞു വീഴുന്ന മലകൾ മുതൽ ആഫ്രിക്കയിലെ മരുഭൂമികൾ വരെ. ഇത്രയും വലിയൊരു സ്ഥലം ഒരാൾക്ക് എങ്ങനെ ഭരിക്കാൻ കഴിയും? ഇന്നത്തെ പോലെ ഫോണോ ഇൻ്റർനെറ്റോ വിമാനമോ ഒന്നുമില്ലാത്ത കാലം. ഒരു മൂലയിൽ കലാപം നടന്നാൽ രാജാവ് അറിയാൻ തന്നെ മാസങ്ങളെടുക്കും. അപ്പോഴേക്കും രാജ്യം കൈവിട്ടു പോയിട്ടുണ്ടാകും. ഇവിടെയാണ് ദാരിയസിൻ്റെ ബുദ്ധി നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. അദ്ദേഹം ആ വലിയ സാമ്രാജ്യത്തെ 20ഓളം കഷ്ണങ്ങളായി മുറിച്ചു. ഓരോ കഷ്ണത്തിനും സത്രാപ്പി എന്നു പേരിട്ടു. ഓരോ സത്രാപ്പിയും ഭരിക്കാൻ വിശ്വസ്തനായ ഒരു ഗവർണറെ നിയമിച്ചു. അയാളെ സത്രാപ്പ് എന്ന് വിളിച്ചു. ഈ സത്രാപ്പുമാർക്ക് സ്വന്തം സൈന്യവും നികുതി പിരിക്കാനുള്ള അവകാശവുമുണ്ടായിരുന്നു, അതായത് ചെറിയ രാജാക്കന്മാരെ പോലെ. പക്ഷെ ദാരിയസ് ആരെയും അന്ധമായി വിശ്വസിച്ചില്ല. വിശ്വസിക്കാം, പക്ഷെ നിരീക്ഷിക്കണം എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലൈൻ. ഓരോ സത്രാപ്പിൻ്റെയും കൂടെ ഒരു സൈനിക ജനറലിനെയും നികുതി ഉദ്യോഗസ്ഥനെയും അദ്ദേഹം നിയമിച്ചു. അവർ നേരിട്ട് രാജാവിനോടാണ് റിപ്പോർട്ട് ചെയ്യുക. അതിലും രസകരമായ കാര്യം, രാജാവിൻ്റെ കണ്ണുകളും കാതുകളും എന്നറിയപ്പെടുന്ന രഹസ്യ പോലീസ് സംവിധാനമായിരുന്നു. സാമ്രാജ്യത്തിൻ്റെ ഏത് കോണിൽ ആര് രാജാവിനെതിരെ സംസാരിച്ചാലും അത് ദാരിയസ് അറിയുമായിരുന്നു. പേടികൊണ്ടല്ല, കൃത്യമായ സിസ്റ്റം കൊണ്ടാണ് അദ്ദേഹം ഭരിച്ചത്. ഇനി ഇത്രയും വലിയ സാമ്രാജ്യത്തെ ഒന്നിപ്പിച്ചു നിർത്താൻ ദാരിയസ് ചെയ്ത ഏറ്റവും വലിയ കാര്യം എന്താണെന്നറിയാമോ? റോഡുകൾ. അതെ, വെറും റോഡുകളല്ല, ഹൈവേകൾ. അതിലേറ്റവും പ്രശസ്തമായതാണ് റോയൽ റോഡ് അഥവാ രാജപാത. പേർഷ്യൻ തലസ്ഥാനമായ സൂസയിൽ നിന്ന് തുടങ്ങി ഇന്നത്തെ തുർക്കിയിലെ സാർഡിസ് വരെ നീളുന്ന ഏകദേശം 2700 കിലോമീറ്റർ നീളമുള്ള ഒരു വമ്പൻ റോഡ്. ഈ റോഡിൻ്റെ പ്രത്യേകത അതിൻ്റെ നീളമല്ല, അവിടെ ഉണ്ടായിരുന്ന തപാൽ സംവിധാനമാണ്. ലോകത്തിലെ ആദ്യത്തെ എക്സ്പ്രസ് കൊറിയർ സർവീസ് എന്ന് വേണമെങ്കിൽ പറയാം. ഓരോ 20-30 കിലോമീറ്റർ കൂടുമ്പോഴും വഴിയോരത്ത് വിശ്രമ കേന്ദ്രങ്ങളുണ്ടാകും.
അവിടെ തിന്നാനും കുടിക്കാനും മാത്രമല്ല നല്ല ആരോഗ്യമുള്ള കുതിരകളും സജ്ജമായി നിൽക്കുന്നുണ്ടാകും. ഒരു സന്ദേശവുമായി വരുന്ന കുതിരപ്പടയാളി ഒരു സ്റ്റേഷനിലെത്തിയാൽ അയാൾക്ക് വിശ്രമിക്കാം. സന്ദേശം അവിടെ തയ്യാറായി നിൽക്കുന്ന അടുത്ത പടയാളിക്ക് കൈമാറും. അയാൾ പുതിയൊരു കുതിരപ്പുറത്ത് അടുത്ത സ്റ്റേഷനിലേക്ക് പായും. ഇങ്ങനെ രാവും പകലും ഇടതടവില്ലാതെ സന്ദേശങ്ങൾ കൈമാറും. സാധാരണഗതിയിൽ 3 മാസം കൊണ്ട് നടക്കുന്ന യാത്ര ഈ സംവിധാനം വഴി വെറും 7 ദിവസം കൊണ്ട് പൂർത്തിയാക്കാൻ പേർഷ്യക്കാർക്ക് കഴിഞ്ഞു. ഗ്രീക്ക് ചരിത്രകാരനായ ഹെറോഡോട്ടസ് ഈ സംവിധാനത്തെക്കുറിച്ച് അത്ഭുതപ്പെട്ട് എഴുതിയിട്ടുണ്ട്. മഞ്ഞോ മഴയോ കൊടും വെയിലോ രാത്രിയുടെ ഇരുട്ടോ ഒന്നും ഇവരെ തടയുന്നില്ല. നിശ്ചയിച്ച വേഗതയിൽ അവർ സന്ദേശങ്ങൾ എത്തിച്ചിരിക്കും. ഇന്നും പല തപാൽ സർവീസുകളുടെയും ആപ്തവാക്യം ഇതാണ്. ചിന്തിച്ചു നോക്കൂ, ഇന്റർനെറ്റ് വരുന്നതിന് 2500 വർഷം മുൻപ് ഒരാഴ്ച കൊണ്ട് ലോകത്തിൻ്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് സന്ദേശമെത്തിച്ച ഡാരിയസിൻ്റെ പ്ലാനിംഗ്. ഇതുകൊണ്ടൊന്നും ഡാരിയസ് തൃപ്തനായില്ല. ഒരു സാമ്രാജ്യത്തിന് അതിൻ്റേതായ പ്രൗഢി കാണിക്കാൻ ഒരു പുതിയ തലസ്ഥാനം വേണമെന്ന് അദ്ദേഹത്തിന് തോന്നി. അങ്ങനെയാണ് പെർസിപ്പോലിസ് എന്ന നഗരത്തിൻ്റെ പണിപ്പുര തുടങ്ങുന്നത്. മരുഭൂമിയിലെ ഒരു അത്ഭുതം. വമ്പൻ കരിങ്കൽ തൂണുകൾ, കൊത്തുപണികൾ നിറഞ്ഞ മതിലുകൾ, സ്വർണവും വെള്ളിയും കൊണ്ട് അലങ്കരിച്ച കൊട്ടാരങ്ങൾ. ഇന്നത്തെ ഇറാനിലെ ഷിരാസ് എന്ന സ്ഥലത്തിനടുത്താണ് പെർസിപ്പോലിസ് സ്ഥിതി ചെയ്യുന്നത്. ആ നഗരത്തിൻ്റെ പണി നടന്നത് അടിമകളെ കൊണ്ടല്ല എന്നറിയുമ്പോഴാണ് നമ്മൾ ഡാരിയസിനെ ബഹുമാനിച്ചു പോകുന്നത്. ഈജിപ്തിലെ പിരമിഡുകൾ പണിതതുപോലെ അടിമകളെ ചാട്ടവാറുകൊണ്ട് അടിച്ചല്ല അവിടെ പണി നടത്തിയത്. അവിടെ പണിയെടുത്തിരുന്ന കൽക്കിട്ടാശായിമാർക്കും തൊഴിലാളികൾക്കും സ്ത്രീകൾക്കും കൃത്യമായ ശമ്പളം നൽകിയിരുന്നു. അതിനുള്ള രേഖകൾ മണ്ണിൽ ചുട്ടെടുത്ത ഫലകങ്ങളിൽ എഴുതി സൂക്ഷിച്ചിരുന്നു. ഗർഭിണികളായ സ്ത്രീകൾക്ക് കൂടുതൽ റേഷൻ, വിദഗ്ധരായ തൊഴിലാളികൾക്ക് ഉയർന്ന കൂലി, ഇതൊക്കെ അന്നത്തെ കാലത്ത് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളായിരുന്നു. പെർസിപ്പോലിസിലെ കൽപ്പടവുകളിൽ ഇന്നും കാണുന്ന ഒരു കാഴ്ചയുണ്ട്. സാമ്രാജ്യത്തിലെ 23 ദേശങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ രാജാവിന് സമ്മാനങ്ങളുമായി വരി നിൽക്കുന്ന ചിത്രം. അതിൽ ഇന്ത്യക്കാരുണ്ട്, അവർ സ്വർണ്ണപ്പൊടി കൊണ്ടുവരുന്നു. എത്യോപ്യക്കാരുണ്ട്, അവർ ആനക്കൊമ്പ് കൊണ്ടുവരുന്നു. അറബിക്കാർ സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ടുവരുന്നു. ആ ചിത്രങ്ങളിൽ ആരും പേടിച്ചു വിറച്ചു നിൽക്കുന്നവരല്ല, മറിച്ച് അഭിമാനത്തോടെ രാജാവിനെ കാണാൻ വരുന്നവരാണ്. അതാണ് ഡാരിയസിൻ്റെ വിജയം. ജനങ്ങളെ പേടിപ്പിക്കുന്നതിന് പകരം അവരെ സാമ്രാജ്യത്തിൻ്റെ ഭാഗമാക്കി മാറ്റാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഡാരിയസ് സാമ്പത്തിക രംഗത്തും വിപ്ലവം സൃഷ്ടിച്ചു. അതുവരെ ഓരോ നാട്ടിലും ഓരോ തരം നാണയങ്ങളായിരുന്നു. ഡാരിയസ് അത് മാറ്റി ഡാരിക് എന്ന പേരിൽ സ്വർണ്ണ നാണയങ്ങൾ ഇറക്കി. സാമ്രാജ്യത്തിൻ്റെ ഏത് മൂലയിൽ പോയാലും ഈ ഒറ്റ നാണയം മതി സാധനങ്ങൾ വാങ്ങാൻ. ഇത് കച്ചവടം എളുപ്പമാക്കി. ലോകത്തിലെ ആദ്യത്തെ അന്താരാഷ്ട്ര കറൻസി എന്ന് ഇതിനെ വിശേഷിപ്പിക്കാം. പിന്നെ അദ്ദേഹം ചെയ്തത് ഈജിപ്തിലെ നൈൽ നദിയെ ചെങ്കടലുമായി ബന്ധിപ്പിക്കാൻ ഒരു കനാൽ കുഴിച്ചു എന്നതാണ്. ഇന്നത്തെ സൂയസ് കനാലിൻ്റെ ഒരു പഴയ പതിപ്പ്. കപ്പലുകൾക്ക് ഈജിപ്തിൽ നിന്ന് പേർഷ്യയിലേക്ക് എളുപ്പത്തിൽ വരാൻ വേണ്ടിയായിരുന്നു ഇത്. കനാൽ തുറന്നപ്പോൾ ഡാരിയസ് എഴുതി വച്ചത് ഇങ്ങനെയാണ്: ഞാൻ പേർഷ്യക്കാരനാണ്, ഞാൻ ഈജിപ്ത് കീഴടക്കി, ഈ നദിയിലൂടെ കപ്പലുകൾ പേർഷ്യയിലേക്ക് ഒഴുകട്ടെ. അങ്ങനെ പേർഷ്യൻ സാമ്രാജ്യം അതിൻ്റെ സുവർണ കാലഘട്ടത്തിലേക്ക് കടന്നു. പട്ടിണിയില്ല, വഴികൾ സുരക്ഷിതമാണ്, കച്ചവടം പൊടിപൊടിക്കുന്നു. ഒരു സ്ത്രീക്ക് തനിയെ സ്വർണ്ണാഭരണങ്ങളുമിട്ട് സാമ്രാജ്യത്തിൻ്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റം വരെ പേടിയില്ലാതെ നടക്കാം എന്നുവരെ ആളുകൾ പറഞ്ഞു വരത്തി. പക്ഷേ എല്ലാ നല്ല കാലത്തിനും ഒരവസാനമുണ്ട്. ഡാരിയസിൻ്റെ സാമ്രാജ്യം ഇത്രയും വലുതാവുകയും സമ്പന്നമാവുകയും ചെയ്തപ്പോൾ പടിഞ്ഞാറ് കിടക്കുന്ന ചില ചെറിയ അയൽക്കാർക്ക് അതത്ര രസിച്ചില്ല. കടലിനക്കരെ ഗ്രീസ് എന്ന് പറയുന്ന സ്ഥലത്ത് ചെറിയ നഗരരാഷ്ട്രങ്ങളായ ഏഥൻസും സ്പാർട്ടയുമൊക്കെ ഉണ്ടായിരുന്നു. പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ വലിപ്പം വെച്ച് നോക്കിയാൽ അവർ വെറും ഉറുമ്പുകളെ പോലെയായിരുന്നു. എന്നാൽ ആ ഉറുമ്പുകൾക്ക് കടിക്കാൻ നല്ല ശേഷിയുണ്ടെന്ന് ഡാരിയസ് വൈകാതെ മനസ്സിലാക്കാൻ പോവുകയായിരുന്നു. തൻ്റെ സാമ്രാജ്യത്തിലെ ചില നഗരങ്ങളെ ഗ്രീക്കുകാർ സഹായിക്കുകയും പേർഷ്യൻ ഗവർണർക്കെതിരെ കലാപമുണ്ടാക്കുകയും ചെയ്തപ്പോൾ ഡാരിയസിൻ്റെ മുഖം കറുത്തു. ആരാണ് ഈ ഏഥൻസുകാർ എന്ന് അദ്ദേഹം ചോദിച്ചു. അന്ന് വൈകുന്നേരം അത്താഴം കഴിക്കുമ്പോൾ ഡാരിയസ് തൻ്റെ ഭൃത്യനോടൊരു കാര്യം ചട്ടം കെട്ടി. ഇനിയുള്ള എല്ലാ ദിവസവും ഭക്ഷണം വിളമ്പുന്നതിനു മുൻപ് നീ എന്നോടൊരു കാര്യം പറയണം. രാജാവേ, ഏഥൻസുകാരെ ഓർക്കുക. ഒരു ചെറിയ പക അവിടെ തുടങ്ങുകയാണ്. ആ പക ലോക ചരിത്രത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന വമ്പൻ യുദ്ധങ്ങൾക്ക് തിരികൊളുത്തും എന്നാരും കരുതിയില്ല. മരുഭൂമിയിലെ കൊട്ടാരങ്ങളിൽ നിന്ന് സൈന്യം പടിഞ്ഞാറോട്ട് നീങ്ങാൻ തുടങ്ങി.
ഗ്രീക്കുകാർ തങ്ങളുടെ പരിചയും കുന്തവും രാഗിമിനിക്ക് കാത്തിരുന്നു. ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തമായ യുദ്ധങ്ങളിലൊന്നാണ് നമ്മളെ കാത്തിരിക്കുന്നത്. രാജാവിൻ്റെ അത്താഴമേശയിൽ എല്ലാ ദിവസവും മുഴങ്ങിയിരുന്ന ഏഥൻസിനെ ഓർക്കുക എന്ന വാചകം വെറുമൊരു ഓർമ്മപ്പെടുത്തലായിരുന്നില്ല, അതൊരു ശാപവാക്കുപോലെയായിരുന്നു. ദാരിയസ് രാജാവിൻ്റെ മനസ്സിൽ പ്രതികാരത്തിൻ്റെ കനൽ ഓരോ ദിവസവും ആളിക്കത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ BC 490 അദ്ദേഹം തീരുമാനിച്ചു, ഇനി കാത്തിരിക്കാൻ വയ്യ, ആ ചെറിയ ഗ്രീക്ക് നഗരങ്ങളെ പാഠം പഠിപ്പിക്കണം. പേർഷ്യൻ കപ്പൽപ്പട കടൽ കടന്ന് ഗ്രീസിലെ മാരത്തൺ എന്ന തീരത്ത് വന്നിറങ്ങുന്നു. പേർഷ്യൻ സൈന്യത്തിൻ്റെ വലിപ്പം കണ്ട് ഗ്രീക്കുകാർ ഞെട്ടിവിറച്ചു. സാധാരണ യുദ്ധങ്ങളിൽ കാണുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി പടയാളികൾ. പേർഷ്യക്കാർക്ക് വലിയ ആത്മവിശ്വാസമായിരുന്നു. ലോകത്തിലെ പാതിയും കീഴടക്കിയ തങ്ങൾക്ക് മുന്നിൽ ഈ ചെറിയ ഗ്രീക്ക് കർഷകർ എന്തു ചെയ്യാനാണ്? പക്ഷേ മാരത്തണിൽ സംഭവിച്ചത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ അത്ഭുതങ്ങളിലൊന്നാണ്. പേർഷ്യൻ സൈന്യം അമ്പുകളെയ്യുന്നതിനു മുൻപേ ഭ്രാന്തന്മാരെ പോലെ അലറിക്കൊണ്ട് ഗ്രീക്കുകാർ അവരുടെ നേരെ ഓടിയെടുത്തു. പേർഷ്യൻ വില്ലാളികൾക്ക് ഉന്നം പിടിക്കാൻ സമയം കിട്ടിയില്ല. കയ്യാങ്കളി യുദ്ധത്തിൽ ഭാരമേറിയ കവചങ്ങൾ ധരിച്ച ഗ്രീക്കുകാർക്ക് മുൻതൂക്കം ലഭിച്ചു. പേർഷ്യൻ പടയാളികൾക്ക് പിടിച്ചു നിൽക്കാനായില്ല. അവർ കപ്പലുകളിലേക്ക് തിരികെ ഓടി. ലോകം കീഴടക്കിയ പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ ആദ്യത്തെ വലിയ തോൽവി. ഈ തോൽവി ദാരിയസിനെ വല്ലാതെ വേദനിപ്പിച്ചു. പക്ഷേ തിരിച്ചടിക്കാനുള്ള വമ്പൻ തയ്യാറെടുപ്പുകൾക്കിടയിൽ ദാരിയസ് ലോകത്തോട് വിട പറഞ്ഞു. അതോടെ ആ വലിയ ഉത്തരവാദിത്വം മകൻ സെർക്സസിൻ്റെ ചുമലിലായി. സെർക്സസ് തൻ്റെ പിതാവിനേക്കാൾ വലിയ സ്വപ്നങ്ങൾ കാണുന്നവനായിരുന്നു. വെറുതെ പോയി ഏഥൻസ് കത്തിക്കുക മാത്രമല്ല, യൂറോപ്പ് മുഴുവൻ പേർഷ്യയുടെ കാൽക്കീഴിൽ കൊണ്ടുവരണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. സെർക്സസ് ഒരുക്കിയ സൈന്യം അന്നുവരെ മനുഷ്യരാശി കണ്ടിട്ടില്ലാത്തത്ര വലുതായിരുന്നു. ചരിത്രകാരന്മാർ പറയുന്നത്, ആ സൈന്യം നടന്നു പോകുമ്പോൾ വഴിയോരത്തെ പുഴകളിലെ വെള്ളം അവർ കുടിച്ചു വറ്റിക്കുമായിരുന്നു എന്നാണ്. ലക്ഷക്കണക്കിന് പടയാളികൾ, ആയിരക്കണക്കിന് കുതിരകൾ, ആയുധങ്ങൾ, ഭക്ഷണം ചുമക്കുന്ന വണ്ടികൾ. അതൊരു സൈന്യമായിരുന്നില്ല, ചലിക്കുന്ന ഒരു രാജ്യമായിരുന്നു. ഏഷ്യയിൽ നിന്ന് ഓരോ രാജ്യത്തെയും പടയാളികളെ അദ്ദേഹം വിളിച്ചുകൂട്ടി. ഇന്ത്യയിൽ നിന്നുള്ള വില്ലാളികൾ, അറേബ്യയിൽ നിന്നുള്ള ഒട്ടകപ്പട, ഈജിപ്തുകാർ, എത്യോപ്യക്കാർ എല്ലാവരും ആ നിരയിലുണ്ടായിരുന്നു. ഈ വലിയ സൈന്യത്തിന് കടൽ കടന്ന് ഗ്രീസിലേക്ക് പോകണമെങ്കിൽ കപ്പലുകൾ മാത്രം പോരായിരുന്നു. അതിന് വർഷങ്ങളെടുക്കും. അപ്പോൾ സെർക്സസ് ഒരു കൽപ്പിക്കുന്നു, 2 വൻകരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കണം. ഏഷ്യയ്ക്കും യൂറോപ്പിനുമിടയിലുള്ള ഹെല്ലസ്പോണ്ട് എന്ന കടലിടുക്കിന് കുറുകെ ഒരു പാലം പണിയാൻ അദ്ദേഹം ഉത്തരവിട്ടു. കപ്പലുകൾ നിരത്തിയിട്ട് അതിനു മുകളിൽ പലകകളും മണ്ണുമിട്ട് ഒരു പാലം. പക്ഷെ പണി തീരാറായപ്പോൾ വലിയൊരു കൊടുങ്കാറ്റ് വന്ന് ആ പാലം തകർത്തു കളഞ്ഞു. സെർക്സസിന് ദേഷ്യം സഹിക്കാനായില്ല. അദ്ദേഹം കടലിനെ ശിക്ഷിക്കാൻ ഉത്തരവിട്ടു. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. പടയാളികൾ ചങ്ങലകൾ കൊണ്ട് കടലിലെ വെള്ളത്തിൽ അടിക്കുകയും ചുട്ടുപഴുപ്പിച്ച ഇരുമ്പുകമ്പികൾ കൊണ്ട് വെള്ളത്തിൽ കുത്തുകയും ചെയ്തു. അഹങ്കാരിയായ കടലെ, നിന്റെ യജമാനൻ നിന്നെ ശിക്ഷിക്കുന്നു എന്നവർ വിളിച്ചു പറഞ്ഞു. ഇത് കേൾക്കുമ്പോൾ നമുക്ക് ചിരി വരുമായിരിക്കും. പക്ഷേ അന്നത്തെ രാജാക്കന്മാർ തങ്ങളെ ദൈവങ്ങൾക്ക് തുല്യരായാണ് കണ്ടിരുന്നത്. എന്തായാലും 2ാമത് പണിത പാലം തകർന്നു വീണില്ല. അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായി ഏഷ്യയിൽ നിന്ന് ഒരു സൈന്യം നടന്ന് യൂറോപ്പിലേക്ക് കടന്നു. ആ പാലത്തിലൂടെ മുഴുവൻ സൈന്യവും കടന്നുപോകാൻ 7 രാവും 7 പകലുമെടുത്തു എന്നാണ് പറയുന്നത്. ഗ്രീസിലേക്ക് കടന്ന സെർക്സസിനെ കാര്യങ്ങൾ എളുപ്പമായിരുന്നില്ല. വടക്കൻ ഗ്രീസിലെ തെർമോപിലൈ എന്ന സ്ഥലത്തുവെച്ച് ഒരു ചെറിയ തടസ്സം അവർക്ക് നേരിടേണ്ടി വന്നു. വളരെ ഇടുങ്ങിയ ഒരു വശത്ത് കുത്തനെയുള്ള മലയും മറുവശത്ത് കടലുമുള്ള ഒരു പാത. അവിടെ സ്പാർട്ടയിലെ രാജാവ് ലിയോണിഡാസും അദ്ദേഹത്തിൻ്റെ 300ഓളം പടയാളികളും മറ്റു ചില ഗ്രീക്കുകാരും ചേർന്ന് വഴി തടഞ്ഞു നിൽക്കുന്നു. പേർഷ്യൻ ദൂതൻ ചെന്ന് അവരോട് ആയുധം വെച്ച് കീഴടങ്ങാൻ പറഞ്ഞു. ഞങ്ങളുടെ അമ്പുകൾ കൊണ്ട് സൂര്യനെപ്പോലും മറയ്ക്കാൻ കഴിയും എന്ന് പേർഷ്യക്കാർ ഭീഷണിപ്പെടുത്തി. അപ്പോൾ സ്പാർട്ടൻ പടയാളി ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, നന്നായി, എങ്കിൽ ഞങ്ങൾക്ക് തണലത്ത് നിന്ന് യുദ്ധം ചെയ്യാമല്ലോ. ആ ഇടുങ്ങിയ വഴിയിൽ പേർഷ്യയുടെ വലിയ സൈന്യത്തിന് ഒരു ഗുണവുമുണ്ടായിരുന്നില്ല. ആയിരക്കണക്കിന് പേർഷ്യക്കാർ ആക്രമിച്ചെങ്കിലും സ്പാർട്ടൻ മതിലിൽ തട്ടി അവർ വീണു. 3 ദിവസം അവർ ആ വമ്പൻ സൈന്യത്തെ പിടിച്ചു നിർത്തി. ഒടുവിൽ ഒരൊറ്റുകാരൻ പേർഷ്യക്കാർക്ക് മലയിടുക്കിലൂടെയുള്ള ഒരു രഹസ്യ വഴി കാണിച്ചു കൊടുത്തു. പിന്നിലൂടെ വന്ന പേർഷ്യക്കാർ സ്പാർട്ടൻ സൈന്യത്തെ വളഞ്ഞു.
ലിയോണിഡാസും കൂട്ടരും അവസാന ശ്വാസം വരെ പോരാടി മരിച്ചു വീണു. പേർഷ്യ ജയിച്ചു, പക്ഷേ ആ ജയത്തിന് വലിയ വില കൊടുക്കേണ്ടി വന്നു. പേർഷ്യൻ പടയാളികൾക്ക് മനസ്സിലായി ഗ്രീക്കുകാർ അത്ര നിസ്സാരക്കാരല്ല എന്ന്. തടസ്സങ്ങൾ നീങ്ങിയതോടെ സെർക്സിയസ് നേരെ ഏഥൻസിലേക്ക് മാർച്ച് ചെയ്തു. തൻ്റെ അച്ഛൻ്റെ സ്വപ്നം, പേർഷ്യയുടെ പക, അത് തീർക്കാനുള്ള നിമിഷം. പക്ഷേ ഏഥൻസിലെത്തിയപ്പോൾ സെർക്സിയസ് കണ്ടത് ഒഴിഞ്ഞ നഗരമാണ്. പേടിച്ച് ജനങ്ങളെല്ലാം അടുത്തുള്ള സലാമിസ് എന്ന ദ്വീപിലേക്ക് ഓടിപ്പോയിരുന്നു. ദേഷ്യം വന്ന സെർക്സിയസ് ഏഥൻസ് നഗരം മുഴുവൻ കത്തിച്ചു. അക്രോപോളിസിലെ ക്ഷേത്രങ്ങളും കെട്ടിടങ്ങളുമെല്ലാം തീയിൽ വെന്തുരുകി. പുക തിങ്ങി നിറഞ്ഞ ആകാശത്തേക്ക് നോക്കി സെർക്സിയസ് ചിരിച്ചു കാണും. പ്രതികാരം പൂർത്തിയായിരിക്കുന്നു. പക്ഷേ കഥ അവിടെ തീർന്നില്ല. ഗ്രീക്കുകാർ തോൽക്കാൻ തയ്യാറായിരുന്നില്ല. തെമിസ്റ്റോക്ലീസ് എന്ന ബുദ്ധിമാനായ ഏഥൻസുകാരൻ ഒരു കെണിയൊരുക്കി. സലാമിസ് ദ്വീപിനും കരയ്ക്കുമിടയിലുള്ള വളരെ ഇടുങ്ങിയ കടലിലേക്ക് അദ്ദേഹം പേർഷ്യൻ കപ്പലുകളെ ക്ഷണിച്ചു. ഗ്രീക്കുകാർ പേടിച്ചോടാൻ പോകുന്നു, ഇപ്പോൾ ആക്രമിച്ചാൽ എല്ലാവരെയും പിടിക്കാം എന്നൊരു കള്ള സന്ദേശം അദ്ദേഹം സെർക്സിസിനെത്തിച്ചു. സെർക്സിസ് അത് വിശ്വസിച്ചു. തൻ്റെ വലിയ കപ്പൽപ്പടയെ ആ ഇടുങ്ങിയ കടലിലേക്ക് അയച്ചു. യുദ്ധം കാണാൻ വേണ്ടി കരയിലുള്ള ഒരു മലമുകളിൽ അദ്ദേഹം ഒരു സ്വർണ്ണ സിംഹാസനം ഇട്ടിരുന്നു. തൻ്റെ കപ്പലുകൾ ഗ്രീക്കുകാരെ തകർക്കുന്നത് കാണാൻ അദ്ദേഹം കൊതിയോടെ കാത്തിരുന്നു. പക്ഷേ സംഭവിച്ചത് മറിച്ചാണ്. പേർഷ്യൻ കപ്പലുകൾ വളരെ വലുതായിരുന്നു. ആ ഇടുങ്ങിയ സ്ഥലത്ത് അവർക്ക് തിരിയാനോ മറിയാനോ സ്ഥലമില്ലായിരുന്നു. ഗ്രീക്കുകാരുടെ ചെറിയ വേഗമേറിയ കപ്പലുകൾ പേർഷ്യൻ കപ്പലുകളുടെ വശങ്ങളിൽ ഇടിച്ചു കയറി. പേർഷ്യൻ കപ്പലുകൾ പരസ്പരം കൂട്ടിയിടിച്ചു. പടയാളികൾ കടലിൽ വീണു. നീന്തലറിയാത്ത പേർഷ്യൻ പടയാളികൾ മുങ്ങിത്താഴ്ന്നു. മലമുകളിലിരുന്ന സർക്സസ് കലിതുള്ളി. തൻ്റെ കൺമുന്നിൽ വെച്ച് തൻ്റെ അഭിമാനമായ നാവികസേന തകർന്നു തരിപ്പണമാകുന്നത് അദ്ദേഹം കണ്ടു. കടൽ മുഴുവൻ കപ്പലുകളുടെ അവശിഷ്ടങ്ങളും മൃതദേഹങ്ങളും കൊണ്ട് നിറഞ്ഞു. ആ ഒരൊറ്റ ദിവസം കൊണ്ട് യുദ്ധത്തിൻ്റെ ഗതി മാറി. പേർഷ്യൻ സൈന്യത്തിന് ഇനി അവിടെ നിൽക്കാൻ കഴിയില്ലെന്ന് സർക്സസിന് മനസ്സിലായി. കപ്പലുകൾ പോയതോടെ ഭക്ഷണവും സാധനങ്ങളും എത്തിക്കാൻ മാർഗമില്ല. താൻ വന്ന പാലം ഗ്രീക്കുകാർ തകർത്താൽ താൻ യൂറോപ്പിൽ കുടുങ്ങിപ്പോകുമെന്ന് അദ്ദേഹം ഭയന്നു. വലിയൊരു വിജയത്തിന് തൊട്ടടുത്തുവരെ എത്തിയിട്ട് വെറും കൈയോടെ മടങ്ങേണ്ടി വരുന്ന അവസ്ഥ. സെർക്സസ് തൻ്റെ സൈന്യത്തിൻ്റെ ഒരു വലിയ ഭാഗത്തെ അവിടെ ഉപേക്ഷിച്ച് ബാക്കിയുള്ളവരുമായി തിരികെ പേർഷ്യയിലേക്ക് മടങ്ങി. ഞാൻ തിരിച്ചുവരും എന്നദ്ദേഹം മനസ്സിൽ പറഞ്ഞിട്ടുണ്ടാകാം. പക്ഷേ പേർഷ്യൻ സാമ്രാജ്യം ഇനിയൊരിക്കലും ഗ്രീസിനെ ഭീഷണിപ്പെടുത്തില്ല എന്ന് കാലം തെളിയിച്ചു. തിരികെ കൊട്ടാരത്തിലെത്തിയ സർക്സസ് ആകെ മാറിപ്പോയിരുന്നു. യുദ്ധങ്ങളിൽ നിന്നുള്ള തോൽവി അദ്ദേഹത്തെ മടുപ്പിച്ചു. ഇനി യുദ്ധമൊന്നും വേണ്ട, ഉള്ളതുകൊണ്ട് സുഖമായി ജീവിക്കാം എന്ന ചിന്തയിലേക്ക് അദ്ദേഹം വീണു. പെർസിപ്പോളിസിലെ കൊട്ടാരങ്ങളിൽ സ്വർണ്ണക്കപ്പുകളിൽ വീഞ്ഞു കുടിച്ച് പാട്ടും നൃത്തവും ആസ്വദിച്ച് അദ്ദേഹം കാലം കഴിച്ചു. പക്ഷേ പുറമേ ശാന്തമായിരുന്നെങ്കിലും കൊട്ടാരത്തിനുള്ളിൽ മറ്റൊരു തീ പുകയുന്നുണ്ടായിരുന്നു. യുദ്ധക്കളത്തിലെ ശത്രുക്കളെക്കാൾ അപകടകാരികളാണ് കൂടെ നിൽക്കുന്ന ശത്രുക്കളെന്ന് സർക്സസ് വൈകിയാണ് തിരിച്ചറിഞ്ഞത്. അന്തഃപുരങ്ങളിലെ രഹസ്യങ്ങളും മന്ത്രിമാരുടെ ഗൂഢാലോചനകളും പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ അടിത്തറ ഇളക്കാൻ തുടങ്ങുകയായിരുന്നു. വമ്പൻ യുദ്ധങ്ങൾ അവസാനിച്ചു. ഇനി വരുന്നത് ചതിയുടെയും വഞ്ചനയുടെയും കാലമാണ്. ലോകം കണ്ട ഏറ്റവും വലിയ സാമ്രാജ്യം എങ്ങനെയാണ് സ്വന്തം ഭാരം താങ്ങാനാവാതെ ആടിയുലഞ്ഞതെന്ന് നമ്മൾ കാണും. ഒരു കൊടുങ്കാറ്റ് വരുന്നുണ്ട്, അലക്സാണ്ടർ എന്ന കൊടുങ്കാറ്റ്. അതിനു മുൻപ് പേർഷ്യൻ കൊട്ടാരത്തിൽ എന്താണ് സംഭവിച്ചത്? സെർക്സീസിൻ്റെ കാലശേഷം പേർഷ്യൻ സാമ്രാജ്യം മെല്ലെ മയക്കത്തിലേക്ക് വീണു. വലിയ യുദ്ധങ്ങളില്ല, പുതിയ സ്ഥലങ്ങൾ കീഴടക്കലില്ല. കൊട്ടാരങ്ങളിലെ സുഖലോലുപതയിലും അന്തഃപുരങ്ങളിലെ അധികാര തർക്കങ്ങളിലും പെട്ട് രാജാക്കന്മാർ അലസരായി മാറി. അങ്ങനെയിരിക്കെയാണ് BC 336 ദാരിയസ് മൂന്നാമൻ അധികാരത്തിൽ വരുന്നത്. അദ്ദേഹം ഒരു മോശം മനുഷ്യനായിരുന്നില്ല. സത്യത്തിൽ തകർന്നുകൊണ്ടിരുന്ന സാമ്രാജ്യത്തെ ഒന്ന് നേരെ നിർത്താൻ അദ്ദേഹം ആത്മാർത്ഥമായി ആഗ്രഹിച്ചിരുന്നു. സാമ്രാജ്യത്തിലെ ഓരോ ഗവർണർമാരെയും നേരിട്ട് വിളിച്ച് കാര്യങ്ങൾ തിരക്കി പഴയ പ്രതാപം വീണ്ടെടുക്കാൻ അദ്ദേഹം ശ്രമിച്ചു. പക്ഷേ ദാരിയസ് രാജാവിൻ്റെ വിധി ക്രൂരമായിരുന്നു. അദ്ദേഹം സിംഹാസനത്തിലിരുന്ന അതേ സമയത്ത് തന്നെ കടലിനക്കരെ മാസിഡോണിയ എന്ന ചെറിയൊരു രാജ്യത്ത് 20 വയസ്സുള്ള ഒരു യുവാവ് രാജാവായി. അവൻ്റെ പേര് അലക്സാണ്ടർ. ചരിത്രം അവനെ പിന്നീട് മഹാനായ അലക്സാണ്ടർ എന്ന് വിളിച്ചു. പേർഷ്യൻ സാമ്രാജ്യം കണ്ട ഏറ്റവും വലിയ പേടി സ്വപ്നം. അലക്സാണ്ടർ വെറുമൊരു രാജാവായിരുന്നില്ല. അരിസ്റ്റോട്ടിൽ എന്ന മഹാനായ ഗുരുവിൻ്റെ ശിഷ്യൻ,
ഹോമറിന്റെ ഇതിഹാസങ്ങൾ വായിച്ച് അഖിലീസിനെ പോലെയാകാൻ കൊതിച്ചു വളർന്നവൻ. ലോകം മുഴുവൻ എനിക്ക് കീഴടക്കണം എന്നതായിരുന്നു അവന്റെ ഒരേയൊരു ചിന്ത. പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ വലിപ്പം അവനെ ഭയപ്പെടുത്തിയില്ല, മറിച്ച് അതവനെ കൊതിപ്പിച്ചു. അലക്സാണ്ടർ തന്റെ ചെറിയ എന്നാൽ അതിശക്തമായ സൈന്യവുമായി ഏഷ്യയിലേക്ക് കടന്നു. പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ അതിർത്തികളിൽ നിന്ന് ഭയപ്പെടുത്തുന്ന വാർത്തകൾ ദാരിയസ് രാജാവിന്റെ ചെവിയിലെത്തി. ഒരു വന്യമൃഗത്തെപ്പോലെ അവൻ നമ്മുടെ നഗരങ്ങൾ വിഴുങ്ങുകയാണ് എന്ന് ദൂതന്മാർ അറിയിച്ചു. ആദ്യം ദാരിയസ് ഇതത്ര കാര്യമാക്കിയില്ല. ഏതോ ഒരു ചെറിയ പയ്യൻ എന്ന് പറഞ്ഞ് അദ്ദേഹം ചിരിച്ചു തള്ളി. എന്നാൽ ഗ്രാനിക്കസ് നദിക്കരയിൽ വെച്ചും ഇസ്സസിൽ വെച്ചും നടന്ന യുദ്ധങ്ങളിൽ പേർഷ്യൻ സൈന്യം ദാരുണമായി തോറ്റു എന്ന് കേട്ടപ്പോൾ ദാരിയസിന്റെ ചിരി മാഞ്ഞു. തന്റെ സാമ്രാജ്യം സംരക്ഷിക്കാൻ ദാരിയസ് തന്നെ നേരിട്ടിറങ്ങാൻ തീരുമാനിച്ചു. അദ്ദേഹം ഒരു വമ്പൻ സൈന്യത്തെ സമാഹരിച്ചു. അന്നുവരെ ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സൈന്യം. ലക്ഷക്കണക്കിന് കാലാൾപ്പട, 10,000-കണക്കിന് കുതിരപ്പടയാളികൾ, 50 ആനകൾ, പിന്നെ പേർഷ്യയുടെ രഹസ്യായുധം, അരിവാളുകൾ ഘടിപ്പിച്ച രഥങ്ങൾ. ഈ രഥങ്ങളുടെ ചക്രങ്ങളിൽ മൂർച്ചയുള്ള കത്തികൾ ഘടിപ്പിച്ചിരുന്നു. അവ വേഗത്തിലോടുമ്പോൾ ശത്രുക്കളുടെ കാലുകൾ അരിഞ്ഞു വീഴ്ത്തും. ഇന്നത്തെ ഇറാഖിലെ ഗോഗമേല എന്ന സ്ഥലത്ത് വെച്ചാണ് ഈ 2 ശക്തികളും നേർക്കുനേർ വന്നത്. ഒന്ന് സങ്കൽപ്പിക്കൂ, ഒരു വശത്ത് ചക്രവാളം വരെ നിറഞ്ഞു നിൽക്കുന്ന പേർഷ്യൻ സൈന്യം. അവരുടെ ആരവം കേട്ടാൽ ആകാശം ഇടിഞ്ഞു വീഴുമെന്ന് തോന്നും. മറുവശത്ത് എണ്ണത്തിൽ വളരെ കുറവെങ്കിലും ഉരുക്ക് പോലത്തെ അച്ചടക്കമുള്ള അലക്സാണ്ടറുടെ മാസിഡോണിയൻ സൈന്യം. യുദ്ധം തുടങ്ങിയപ്പോൾ ഭൂമി കുലുങ്ങി. പേർഷ്യൻ രഥങ്ങൾ ശരവേഗത്തിൽ പാഞ്ഞെടുത്തു. പക്ഷേ അലക്സാണ്ടർ അതിബുദ്ധിമാനായിരുന്നു. രഥങ്ങൾ വരുമ്പോൾ വഴി മാറിക്കൊടുക്കാനും അവ കടന്നു പോകുമ്പോൾ പിന്നിൽ നിന്ന് ആക്രമിക്കാനും അദ്ദേഹം തൻ്റെ പടയാളികളെ പഠിപ്പിച്ചിരുന്നു. പേർഷ്യൻ സൈന്യത്തിൻ്റെ നടുവിൽ ഒരു ചെറിയ വിടവ് കണ്ടപ്പോൾ അലക്സാണ്ടർ തൻ്റെ കുതിരയായ ബ്യൂസഫാലസിൻ്റെ പുറത്ത് തൻ്റെ ഏറ്റവും മികച്ച കുതിര പടയാളികളുമായി ആ വിടവിലൂടെ മിന്നൽ പോലെ പാഞ്ഞു കയറി. അലക്സാണ്ടറുടെ ലക്ഷ്യം മറ്റാരുമായിരുന്നില്ല, ദാരിയസ് രാജാവ് തന്നെയായിരുന്നു. പേർഷ്യൻ സൈന്യത്തിൻ്റെ നടുവിൽ സ്വർണ്ണരഥത്തിലിരുന്ന ദാരിയസ് നോക്കുമ്പോൾ ചോരയിൽ കുളിച്ച വാളുമായി ഒരു ചികുത്താനെപ്പോലെ അലക്സാണ്ടർ തൻ്റെ നേരെ പാഞ്ഞു വരുന്നത് കണ്ടു. ആ കാഴ്ച ദാരിയസിൻ്റെ ധൈര്യം ചോർത്തിക്കളഞ്ഞു. തൻ്റെ ഭീമൻ സൈന്യം ചുറ്റുമുണ്ടായിട്ടും മരണം തൊട്ടു മുന്നിലെത്തിയതുപോലെ അദ്ദേഹത്തിന് തോന്നി. ഭയന്ന ദാരിയസ് തൻ്റെ രഥം തിരിച്ച് യുദ്ധക്കളത്തിൽ നിന്ന് ഓടിപ്പോയി. രാജാവ് ഓടിപ്പോകുന്നത് കണ്ടതോടെ പേർഷ്യൻ സൈന്യത്തിൻ്റെ മനോവീര്യം തകർന്നു. ലക്ഷക്കണക്കിന് പടയാളികൾ ആയുധമുപേക്ഷിച്ച് ചിതറിയോടി. ഗോഗമേലയിലെ മണ്ണിൽ പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ വിധി കുറിക്കപ്പെട്ടു. യുദ്ധം തോറ്റെങ്കിലും ദാരിയസ് മരിച്ചില്ല. അദ്ദേഹം കിഴക്കൻ പ്രവിശ്യകളിലേക്ക് ഓടിപ്പോയി. അവിടെ വെച്ച് പുതിയൊരു സൈന്യത്തെ ഉണ്ടാക്കി തിരിച്ചു വരാമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ. പക്ഷേ സ്വന്തം രാജാവിനെ തോൽവിയിൽ നിന്ന് രക്ഷിക്കാൻ ശ്രമിക്കുന്നതിന് പകരം കൂടെയുണ്ടായിരുന്നവർ അദ്ദേഹത്തെ ഒരു ബാധ്യതയായി കണ്ടു. ബാക്ട്രിയയിലെ ഗവർണറായിരുന്ന ബെസ്സസ് എന്ന ചതിയൻ ദാരിയസിനെ തടവിലാക്കി. അലക്സാണ്ടർ ദാരിയസിനെ പിന്തുടരുന്നുണ്ടായിരുന്നു. അദ്ദേഹം എത്തുന്നതിനു മുൻപ് ബെസ്സസും കൂട്ടരും ദാരിയസിനെ കുത്തിപ്പരിക്കേൽപ്പിച്ച് ഒരു കാളവണ്ടിയിൽ ഉപേക്ഷിച്ച് കടന്നുകളഞ്ഞു. അലക്സാണ്ടർ അവിടെ എത്തിയപ്പോഴേക്കും ലോകം ഭരിച്ചിരുന്ന ആ വലിയ രാജാവ് ആരുമില്ലാതെ, വെള്ളം പോലും കിട്ടാതെ മരിച്ചു കിടക്കുകയായിരുന്നു. അലക്സാണ്ടർ തൻ്റെ സ്വന്തം മേലങ്കി അഴിച്ച് ദാരിയസിന്റെ മൃതദേഹത്തിൽ പുതപ്പിച്ചുവെന്ന് ചരിത്രം പറയുന്നു. ഒരു കാലത്ത് ശത്രുവായിരുന്നെങ്കിലും ഒരു രാജാവിന് ചേർന്ന അന്ത്യമായിരുന്നില്ല ദാരിയസിന് ലഭിച്ചത്. അലക്സാണ്ടർ അദ്ദേഹത്തിന് രാജകീയമായ സംസ്കാരം നൽകി. അതോടെ സൈറസ് പടുത്തുയർത്തിയ അക്കീമെനഡ് സാമ്രാജ്യം ഔദ്യോഗികമായി അവസാനിച്ചു. പക്ഷെ പേർഷ്യയുടെ ഹൃദയം അപ്പോഴും മിടിക്കുന്നുണ്ടായിരുന്നു. പെർസിപോളിസ്, മരുഭൂമിയിലെ ആ അത്ഭുത നഗരം, ദാരിയസ് ഒന്നാമനും സർക്സസും പണിത സ്വർണ്ണ കൊട്ടാരങ്ങൾ. അലക്സാണ്ടർ പെർസിപോളിസിലേക്ക് മാർച്ച് ചെയ്തു. നഗരത്തിലെത്തിയ ഗ്രീക്കുകാർ അമ്പരന്നുപോയി. അവരുടെ കണ്ണ് മഞ്ഞളിക്കുന്നത്ര സമ്പത്തായിരുന്നു അവിടെ. കൊട്ടാരങ്ങളിലെ ഖജനാവുകൾ കൊള്ളയടിക്കാൻ അലക്സാണ്ടർക്ക് 20,000 കോവർ കഴുതകളെയും 5,000 ഒട്ടകങ്ങളെയും വേണ്ടിവന്നുവെന്നാണ് കണക്ക്. നൂറ്റാണ്ടുകളായി പേർഷ്യൻ രാജാക്കന്മാർ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ശേഖരിച്ചു വെച്ച സ്വർണവും വെള്ളിയും രത്നങ്ങളുമെല്ലാം ഒറ്റയടിക്ക് മാസിഡോണിയക്കാരുടെ കൈകളിലായി. പക്ഷേ ഏറ്റവും വലിയ ദുരന്തം അതൊന്നുമല്ലായിരുന്നു. പേർസിപോളിസിൽ അലക്സാണ്ടർ വലിയൊരു വിരുന്നൊരുക്കി. ജയമാഘോഷിക്കാൻ വീഞ്ഞൊഴുക്കി. ലഹരി തലയ്ക്ക് പിടിച്ചപ്പോൾ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു സ്ത്രീ
തൈസ് എന്നായിരുന്നു അവളുടെ പേര്. അവൾ ഒരു കാര്യം വിളിച്ചു പറഞ്ഞു: സെർക്സസ് പണ്ട് ഞങ്ങളുടെ ഏഥൻസ് കത്തിച്ചു. അതിനു പകരം നമുക്ക് ഈ നഗരം കത്തിച്ചാലോ? അതൊരു തമാശയായി തുടങ്ങിയതാണോ അതോ നേരത്തെ തീരുമാനിച്ചതാണോ എന്നാർക്കും അറിയില്ല. പക്ഷെ ആ ആക്രോശം അവിടെയുണ്ടായിരുന്ന മദ്യലഹരിയിലായ പടയാളികൾ ഏറ്റെടുത്തു. അതെ, കത്തിക്കൂ കത്തിക്കൂ എന്നവർ ആർത്തു വിളിച്ചു. അലക്സാണ്ടർ കയ്യിലൊരു തീപ്പണ്ടമെടുത്തു. അദ്ദേഹം അത് കൊട്ടാരത്തിന്റെ വലിയ തിരശ്ശീലകളിലേക്ക് എറിഞ്ഞു. ലെബനാനിൽ നിന്നു കൊണ്ടുവന്ന വില കൂടിയ ദേവദാരുത്തടികൾ കൊണ്ട് പണിത മേൽക്കൂരകൾക്ക് തീപിടിക്കാൻ നിമിഷങ്ങൾ മാത്രമേ വേണ്ടി വന്നുള്ളൂ. സ്വർണ്ണത്തൂണുകൾ ഉരുകിയൊലിച്ചു. ചുവർച്ചിത്രങ്ങൾ കരിഞ്ഞുപോയി. പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ അഭിമാനമായിരുന്ന പെർസിപ്പൊളിസ് ആ രാത്രി ഒരു വലിയ തീഗോളമായി മാറി. നൂറ്റാണ്ടുകൾ കൊണ്ട് പണിതുയർത്തിയ സംസ്കാരം വെറുമൊരു രാത്രി കൊണ്ട് ചാരമായി. അടുത്ത ദിവസം രാവിലെ പുകയുന്ന അവശിഷ്ടങ്ങൾ കണ്ട് അലക്സാണ്ടർക്ക് കുറ്റബോധം തോന്നിയെന്നു പറയപ്പെടുന്നു. പക്ഷെ അപ്പോഴേക്കും വൈകിപ്പോയിരുന്നു. ലോകത്തിലെ ഏറ്റവും മനോഹരമായ നഗരം ഇല്ലാതായി. അന്നു കത്തിനശിച്ചതിൽ പേർഷ്യൻ മതഗ്രന്ഥങ്ങളും ശാസ്ത്രരേഖകളും ചരിത്രവുമെല്ലാം ഉണ്ടായിരുന്നു. അതൊരു നഗരത്തിൻ്റെ മാത്രം നാശമായിരുന്നില്ല, ഒരു യുഗത്തിൻ്റെ തന്നെ അവസാനമായിരുന്നു. അലക്സാണ്ടർ പിന്നീട് ഇന്ത്യ വരെ പട നയിച്ചു. പക്ഷേ അധികകാലം ജീവിക്കാൻ അദ്ദേഹത്തിന് വിധിയില്ലായിരുന്നു. 32-ാം വയസ്സിൽ ബാബിലോണിൽ വെച്ച് അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തിനു ശേഷം ആ വലിയ സാമ്രാജ്യം അദ്ദേഹത്തിൻ്റെ ജനറൽമാർ പങ്കിട്ടുകൊടുത്തു. പേർഷ്യൻ പ്രദേശം സെല്യൂക്കസ് എന്ന ജനറലിൻ്റെ കീഴിലായി. ഗ്രീക്കുകാരുടെ ഭരണം പേർഷ്യയിൽ തുടങ്ങി. പേർഷ്യക്കാർക്കിത് വലിയ അപമാനമായിരുന്നു. തങ്ങളുടെ ദൈവങ്ങളെ ബഹുമാനിക്കാത്ത, തങ്ങളുടെ ഭാഷ സംസാരിക്കാത്ത വിദേശികൾ തങ്ങളെ ഭരിക്കുന്നു. ഗ്രീക്കു ശൈലിയിലുള്ള കെട്ടിടങ്ങളും ജിംനേഷ്യങ്ങളും തിയേറ്ററുകളും പേർഷ്യൻ മണ്ണിൽ ഉയർന്നു. പേർഷ്യൻ സംസ്കാരം എന്നേക്കുമായി മാഞ്ഞുപോകുമോ എന്ന് പലരും ഭയന്നു. എന്നാൽ ചരിത്രം എപ്പോഴും ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെയാണ്. ചാരത്തിൽ നിന്ന് അത് വീണ്ടും ഉയർത്തെഴുന്നേൽക്കും. ഗ്രീക്കുകാർ കരുതി പേർഷ്യ അവസാനിച്ചുവെന്ന്. പക്ഷേ വടക്കുകിഴക്കൻ മലനിരകളിൽ കുതിരപ്പുറപ്പ് ജീവിക്കുന്ന, വില്ലും അമ്പും കൊണ്ട് അത്ഭുതങ്ങൾ കാണിക്കുന്ന ഒരു കൂട്ടം ആളുകൾ തങ്ങളുടെ അവസരത്തിനായി കാത്തിരിക്കുന്നുണ്ടായിരുന്നു: പാർത്ഥിയന്മാർ. അലക്സാണ്ടറുടെ പിൻഗാമികൾക്ക് പേർഷ്യയെ അധികകാലം പിടിച്ചു നിർത്താൻ കഴിയില്ലെന്ന് പാർത്ഥിയന്മാർക്കറിയാമായിരുന്നു. പേർഷ്യൻ സാമ്രാജ്യം മരിച്ചിട്ടില്ല, അതുറങ്ങുകയാണെന്ന് തെളിയിക്കാൻ അവർ വരുന്നു. കുതിരക്കുളമ്പടി ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടോ? അത് പുതിയൊരു സാമ്രാജ്യത്തിൻ്റെ വരവാണ്. തോൽക്കാൻ മനസ്സില്ലാത്ത ഒരു ജനതയുടെ തിരിച്ചുവരവ്. ഗ്രീക്കുകാർ പേർഷ്യൻ മണ്ണിൽ ആധിപത്യം സ്ഥാപിച്ചിട്ട് വർഷങ്ങൾ പലത് കഴിഞ്ഞു. അലക്സാണ്ടറുടെ മരണശേഷം അദ്ദേഹത്തിന്റെ ജനറലായ സെല്യൂക്കസിന്റെ പിൻഗാമികളാണ് ഇപ്പോൾ ഭരിക്കുന്നത്. സെല്യൂക്കിഡ് സാമ്രാജ്യം എന്നറിയപ്പെടുന്ന ഈ ഗ്രീക്ക് ഭരണകൂടം ബാബിലോണിലെയും പെർസിപ്പോളിസിലെയും കൊട്ടാരങ്ങളിൽ സുഖിച്ചു വാഴുകയായിരുന്നു. അവർ പേർഷ്യൻ മണ്ണിനെ ഒരു കറവപ്പശുവിനെ പോലെയാണ് കണ്ടത്. ഇവിടെയുള്ള സമ്പത്തെടുക്കുക, ഗ്രീക്ക് രീതിയിലുള്ള നഗരങ്ങൾ പണിയുക, അധികാരമനുഭവിക്കുക. പേർഷ്യക്കാർ വെറും രണ്ടാം കിട പൗരന്മാരായി മാറി. തങ്ങളുടെ പഴയ പ്രതാപത്തെക്കുറിച്ചുള്ള കഥകൾ പറഞ്ഞ് കണ്ണീരൊഴുക്കാൻ മാത്രമേ അവർക്ക് കഴിഞ്ഞിരുന്നുള്ളൂ. പക്ഷേ ഈ ഗ്രീക്ക് ഭരണാധികാരികൾ ശ്രദ്ധിക്കാതെ പോയ ഒരു കാര്യമുണ്ടായിരുന്നു. പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ വടക്കുകിഴക്കൻ അതിർത്തിയിൽ കാസ്പിയൻ കടലിന്റെ തീരങ്ങളിൽ അധികമാരും കടന്നു ചെല്ലാത്ത ചില പ്രദേശങ്ങളുണ്ടായിരുന്നു. അവിടെ വലിയ നഗരങ്ങളോ കൊട്ടാരങ്ങളോ ഇല്ല, മറിച്ച് കണ്ണിനെത്താവിടത്തോളം പരന്നുകിടക്കുന്ന പുൽമേടുകളാണ്. ആ പുൽമേടുകളിൽ കുതിരപ്പുറത്ത് ജീവിക്കുന്ന, കാറ്റിനെപ്പോലെ സഞ്ചരിക്കുന്ന ഒരു ഗോത്രവർഗമുണ്ടായിരുന്നു: പാർത്തിയ ഗോത്രക്കാർ. ചരിത്രം പിന്നീട് ഇവരെ വിളിച്ച പേരാണ് പാർത്ഥിയന്മാർ. ഇവർ സാധാരണക്കാരല്ലായിരുന്നു. ജനിക്കുമ്പോൾ തന്നെ കുതിരപ്പുറത്ത് കയറുന്നവർ. നിലത്ത് നടക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം അവർ ചിലവഴിക്കുന്നത് കുതിരപ്പുറത്താണ്. അവർക്ക് വീടുകളില്ല, കൂടാരങ്ങളെയുള്ളൂ. അവർക്ക് വമ്പൻ മതിലുകളില്ല. അവരുടെ വില്ലും അമ്പും മാത്രമാണ് അവരുടെ രക്ഷ. ഗ്രീക്ക് ഭരണാധികാരികൾ ഇവരെ പുച്ഛത്തോടെയാണ് കണ്ടത്. സംസ്കാരമില്ലാത്ത കാട്ടുവാസികൾ എന്നു പറഞ്ഞ് അവരിവരെ അവഗണിച്ചു. ആ അവഗണനയാണ് ഗ്രീക്കുകാർക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം. ഗ്രീക്ക് സാമ്രാജ്യം പതിയെ ദുർബലമാകാൻ തുടങ്ങി. പടിഞ്ഞാറ് റോമാക്കാർ ഉയർന്നുവരുന്നു. കിഴക്ക് ഇന്ത്യയിലെ മൗര്യ സാമ്രാജ്യം ശക്തമാകുന്നു. സെല്യൂക്കിഡ് രാജാക്കന്മാർ പല യുദ്ധങ്ങളിൽ പെട്ടു വലയുകയായിരുന്നു. ഈ അവസരം പാർത്ഥിയൻ നേതാവായ അർസാക്കസ് എന്ന തന്ത്രശാലി കൃത്യമായി മുതലെടുത്തു. BC 247 ഗ്രീക്ക് ഗവർണറെ വധിച്ച് അർസാക്കസ് പാർത്ഥിയ എന്ന പ്രദേശം സ്വതന്ത്രമാണെന്ന് പ്രഖ്യാപിച്ചു.
അതൊരു ചെറിയ തുടക്കമായിരുന്നു, ഒരു ചെറിയ തീപ്പൊരി. ഗ്രീക്കുകാർ വിചാരിച്ചു, ഇതൊരു ചെറിയ കലാപമാണ്, നമ്മുടെ വലിയ സൈന്യത്തെ അയച്ച് അവരെ തകർക്കാം. അവർ തങ്ങളുടെ ഭാരമേറിയ കവചങ്ങളിട്ട നീളൻ കുന്തങ്ങളേന്തിയ കാലാൾപ്പടയെ അയച്ചു. ഗ്രീക്ക് സൈന്യം യുദ്ധക്കളത്തിൽ അച്ചടക്കത്തിന് പേര് കേട്ടവരാണ്. അവർ അണിനിരന്നു നിന്നാൽ ഒരു മതില് പോലെയാണ്, ആർക്കും അത് ഭേദിക്കാൻ കഴിയില്ല. പക്ഷേ പാർത്ഥിയന്മാർ യുദ്ധം ചെയ്തത് ഗ്രീക്കുകാർ പഠിച്ച പുസ്തകത്തിലെ നിയമങ്ങൾ വെച്ചല്ലായിരുന്നു. അവർക്ക് മുൻനിരയും പിൻനിരയുമില്ല. അവർ കാറ്റുപോലെ പാഞ്ഞുവരും. ഗ്രീക്ക് സൈന്യത്തിനടുത്തെത്തുന്നതിന് മുൻപേ ദൂരെ നിന്ന് ആയിരക്കണക്കിന് അമ്പുകൾ വർഷിക്കും. ഗ്രീക്കുകാർ കുന്തം കൊണ്ട് കുത്താൻ നോക്കുമ്പോഴേക്കും പാർത്ഥിയൻ കുതിരകൾ അവിടെ നിന്ന് പോയിട്ടുണ്ടാകും. ഇവിടെയാണ് ചരിത്രപ്രസിദ്ധമായ പാർത്ഥിയൻ ഷോട്ട് എന്ന തന്ത്രം നമ്മൾ കാണുന്നത്. യുദ്ധത്തിൽ തോറ്റു എന്ന് തോന്നിപ്പിച്ച് പാർത്ഥിയന്മാർ പിന്തിരിഞ്ഞോടും. അതാ ഭീരുക്കൾ ഓടുന്നു, അവരെ പിന്തുടരൂ എന്നാർത്തു വിളിച്ച് ഗ്രീക്ക് സൈന്യം അവരുടെ പിന്നാലെ പായും. അങ്ങനെ ഗ്രീക്ക് സൈന്യത്തിൻ്റെ അച്ചടക്കം നഷ്ടപ്പെടും, അവർ ചിതറിപ്പോകും. പെട്ടെന്നാണ് ആ അത്ഭുതം നടക്കുന്നത്. പൂർണ്ണ വേഗതയിലോടുന്ന കുതിരപ്പുറത്തിരുന്ന് പാർത്ഥിയൻ പടയാളികൾ ശരീരം മാത്രം പിന്നിലേക്ക് തിരിക്കും. എന്നിട്ട് തന്നെ പിന്തുടരുന്ന ശത്രുവിൻ്റെ നെഞ്ചിലേക്ക് കൃത്യമായി അമ്പെയ്യും. ലോകത്തിൽ മറ്റൊരു സൈന്യത്തിനും ചെയ്യാൻ കഴിയാത്ത അഭ്യാസമായിരുന്നു അത്. ഓടുന്ന കുതിരപ്പുറത്തിരുന്ന് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി ഉന്നം പിടിക്കുക എന്നത് അസാധ്യമായ കാര്യമാണ്. പക്ഷെ പാർത്ഥിയന്മാർക്ക് അത് ശ്വാസം വിടുന്നതുപോലെ എളുപ്പമായിരുന്നു. ഇങ്ങനെ പിന്തുടർന്നു വന്ന ഗ്രീക്ക് പടയാളികൾ ഓരോരുത്തരായി വീണു. ജയിച്ചു എന്ന് കരുതിയ യുദ്ധങ്ങൾ ഗ്രീക്കുകാർക്ക് വലിയ ദുരന്തങ്ങളായി മാറി. അർസാക്കസിന് ശേഷം വന്ന രാജാക്കന്മാർ സാമ്രാജ്യം വികസിപ്പിച്ചുകൊണ്ടേയിരുന്നു. അതിലേറ്റവും പ്രധാനി മിത്രിഡേറ്റ്സ് ഒന്നാമനായിരുന്നു. അദ്ദേഹമാണ് പാർത്ഥിയയെ ഒരു സാമ്രാജ്യമാക്കി മാറ്റിയത്. അദ്ദേഹം ഇറാനിലെ പീഠഭൂമി മുഴുവൻ കീഴടക്കി. ഒടുവിൽ പുരാതന നഗരമായ ബാബിലോണും പാർത്ഥിയൻ കുതിരകളുടെ കുളമ്പടികൾക്ക് കീഴിലായി. നൂറ്റാണ്ടുകൾക്ക് ശേഷം പേർഷ്യൻ മണ്ണിൽ വീണ്ടും പേർഷ്യൻ ഭാഷ സംസാരിക്കുന്ന, പേർഷ്യൻ ദൈവങ്ങളെ ആരാധിക്കുന്ന ഒരു രാജാവ് സിംഹാസനത്തിലിരുന്നു. ഷഹൻഷാ, രാജാക്കന്മാരുടെ രാജാവ് എന്ന പേര് അവർ വീണ്ടും ഉപയോഗിച്ചു തുടങ്ങി. പാർത്ഥിയന്മാർ ഭരിച്ചത് പഴയ പേർഷ്യൻ രാജാക്കന്മാരെ പോലെയല്ല. അവർ കുറച്ചുകൂടി അയഞ്ഞ സമീപനമാണ് സ്വീകരിച്ചത്. അവർക്ക് കേന്ദ്രീകൃതമായ വലിയൊരു ഭരണകൂടമില്ലായിരുന്നു. പകരം വലിയ പ്രഭുക്കന്മാരും നാട്ടുരാജാക്കന്മാരും അടങ്ങുന്ന ഒരു കൂട്ടായ്മയായിരുന്നു അവരുടെ ശക്തി. 7 വലിയ കുടുംബങ്ങൾ, ദ 7 ഗ്രേറ്റ് ഹൗസസ്, സാമ്രാജ്യത്തിൻ്റെ നട്ടെല്ലായി നിന്നു. സുരൈൻ കുടുംബം പോലുള്ളവർക്ക് സ്വന്തമായി സൈന്യവും അധികാരവും ഉണ്ടായിരുന്നു. രാജാവിനെ ഇവരുടെ പിന്തുണയില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇത് ചിലപ്പോൾ പ്രശ്നമായിരുന്നു. കാരണം പ്രഭുക്കന്മാർ തമ്മിൽ തല്ലിയാൽ രാജ്യം ദുർബലമാകും. പക്ഷേ പുറമേ നിന്നൊരു ശത്രു വന്നാൽ ഇവരെല്ലാം ഒറ്റക്കെട്ടായി നിൽക്കും. രസകരമായ കാര്യം, പാർത്ഥിയന്മാർ ഗ്രീക്ക് സംസ്കാരത്തെ പൂർണ്ണമായി തള്ളിക്കളഞ്ഞില്ല എന്നതാണ്. അവർ തങ്ങളെ തന്നെ ഫിൽഹെലീൻസ് അഥവാ ഗ്രീക്ക് സംസ്കാരത്തെ സ്നേഹിക്കുന്നവർ എന്ന് വിളിച്ചു. തങ്ങളുടെ നാണയങ്ങളിൽ ഗ്രീക്ക് ഭാഷയിൽ എഴുതി. ഗ്രീക്ക് നാടകങ്ങൾ കാണാൻ അവർക്ക് ഇഷ്ടമായിരുന്നു. എന്തിനായിരുന്നു ഈ വേഷം കെട്ടൽ? അതൊരു രാഷ്ട്രീയ തന്ത്രമായിരുന്നു. താൻ കീഴടക്കിയ നഗരങ്ങളിലെ ഗ്രീക്ക് കച്ചവടക്കാരെയും പണക്കാരെയും പിണക്കാതിരിക്കാൻ മിത്രിഡേറ്റ്സ് കണ്ടെത്തിയ വഴി. ഞാൻ നിങ്ങളുടെ ശത്രുവല്ല, അലക്സാണ്ടറെ പോലെ മറ്റൊരു രാജാവാണ് എന്ന് അദ്ദേഹം അവരെ ധരിപ്പിച്ചു. അങ്ങനെ കച്ചവടം തടസ്സമില്ലാതെ നടന്നു. സാമ്രാജ്യം സമ്പന്നമായി. സിൽക്ക് റൂട്ട് സജീവമാകുന്നത് ഈ കാലത്താണ്. ചൈനയിൽ നിന്നുള്ള പട്ടും ഇന്ത്യയിൽ നിന്നുള്ള സുഗന്ധദ്രവ്യങ്ങളും പാർത്ഥിയൻ സാമ്രാജ്യം വഴിയാണ് റോമിലേക്കും യൂറോപ്പിലേക്കും പോയിരുന്നത്. വഴിയിൽ ചുങ്കം പിരിച്ച് പാർത്ഥിയൻ രാജാക്കന്മാർ വലിയ പണക്കാരായി. അവർ പുതിയ നഗരങ്ങൾ പണിതു. ടെസിഫോൺ എന്ന വമ്പൻ നഗരം ടൈഗ്രിസ് നദിക്കരയിൽ ഉയർന്നു വന്നു. ബാബിലോണിനേക്കാൾ വലിയ തലസ്ഥാനമായി അത് മാറി. പക്ഷെ പാർത്ഥിയൻ സാമ്രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അവരുടെ കുതിരപ്പട തന്നെയായിരുന്നു. വെറും വില്ലാളികൾ മാത്രമല്ല, കാറ്റാഫ്രാക്സ് എന്നറിയപ്പെടുന്ന ഭാരമേറിയ കുതിരപ്പടയും അവർക്കുണ്ടായിരുന്നു. ഇതിൽ കുതിരയും പടയാളിയും പൂർണ്ണമായും ഇരുമ്പ് കവചം ധരിച്ചിരിക്കും. തല മുതൽ കാലുവരെ ഇരുമ്പ്. വെയിലത്തിവരെ കണ്ടാൽ തിളങ്ങുന്ന ഉരുക്ക് പ്രതിമകൾ പാഞ്ഞു വരുന്നത് പോലെ തോന്നും. ഇവരുടെ കയ്യിൽ നീളമുള്ള കുന്തമുണ്ടാകും. ശത്രുനിരയിലേക്ക് ഇവർ ഇടിച്ചു കയറിയാൽ പിന്നെ ആർക്കും തടയാനാവില്ല. ടാങ്കുകൾ വരുന്നതിന് മുൻപുള്ള യുദ്ധക്കളത്തിലെ ടാങ്കുകളായിരുന്നു കാറ്റഫ്രാക്റ്റുകൾ. ഇങ്ങനെ കിഴക്ക് നിന്ന് വന്ന നാടോടികൾ പടിഞ്ഞാറൻ ലോകത്തിന് വലിയൊരു തലവേദനയായി മാറി. ഗ്രീക്കുകാരെ അവർ പൂർണ്ണമായും തുരത്തി.
സെല്യൂക്കിഡ് സാമ്രാജ്യം ചരിത്രത്തിൻ്റെ താളുകളിലേക്ക് മറഞ്ഞു. ഇപ്പോൾ പേർഷ്യയുടെ അതിർത്തി വീണ്ടും യൂഫ്രട്ടീസ് നദി വരെ എത്തിയിരിക്കുന്നു. എന്നാൽ നദിക്കപ്പുറത്ത് മറ്റൊരു വലിയ ശക്തി വളരുന്നുണ്ടായിരുന്നു. ഗ്രീക്കുകാരെക്കാൾ അപകടകാരികൾ, അച്ചടക്കത്തിലും ക്രൂരതയിലും ആരെക്കാളും മുൻപിൽ നിൽക്കുന്നവർ, റോം. ലോകം കീഴടക്കി വന്ന റോമൻ പടയാളികൾ ഇപ്പോൾ പേർഷ്യയുടെ വാതിലിൽ മുട്ടുകയാണ്. റോമൻ ജനറൽമാർക്ക് വലിയ അത്യാഗ്രഹമായിരുന്നു. അലക്സാണ്ടർ കീഴടക്കിയ പേർഷ്യയെ ഞങ്ങൾക്ക് കീഴടക്കണം, അവിടുത്തെ സ്വർണം റോമിലേക്ക് കൊണ്ടുവരണം എന്നവർ സ്വപ്നം കണ്ടു. പാർത്ഥിയൻ രാജാക്കന്മാർക്ക് മനസ്സിലായി, വരാൻ പോകുന്നത് ചെറിയ യുദ്ധമല്ല എന്ന്. കിഴക്കിൻ്റെ കുതിരപ്പടയും പടിഞ്ഞാറിൻ്റെ ഉരുക്കുമനുഷ്യരും തമ്മിലുള്ള പോരാട്ടം. ലോകത്തിലെ 2 വമ്പൻ ശക്തികൾ നേർക്കുനേർ വരാൻ പോകുന്നു. റോമിലെ ഏറ്റവും വലിയ പണക്കാരനും അധികാരമോഹിയുമായ മാർക്കസ് ലിസീനിയസ് ക്രാസസ് എന്ന ജനറൽ ഒരു വലിയ സൈന്യവുമായി പേർഷ്യയിലേക്ക് പുറപ്പെട്ടു. പാർത്ഥിയക്കാരെ ഞാൻ ഒരൊറ്റ ദിവസം കൊണ്ട് തീർക്കും എന്നായിരുന്നു അയാളുടെ വെല്ലുവിളി. പക്ഷെ മരുഭൂമിയിൽ അവനെ കാത്തിരുന്നത് എന്താണെന്ന് അവൻ അറിയില്ലായിരുന്നു. ചരിത്രത്തിലെ ഏറ്റവും ക്രൂരമായ, അതേസമയം നാടകീയമായ ഒരു അന്ത്യം. ആ വലിയ കഥയിലേക്ക് കടക്കും മുൻപ് ഒന്ന് ആലോചിച്ചു നോക്കൂ. വെറും ആട്ടിടയന്മാരായി തുടങ്ങി ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യത്തെ വെല്ലുവിളിക്കുന്ന ശക്തിയായി മാറിയ പാർത്ഥിയരുടെ ആത്മവിശ്വാസം. റോമിൻ്റെ അഹങ്കാരം പേർഷ്യൻ മരുഭൂമിയിൽ ഉരുകിപ്പോയ കഥയാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്. റോമിലെ ഏറ്റവും വലിയ പണക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ അന്ന് ഒരൊറ്റ ഉത്തരമേ ഉണ്ടായിരുന്നുള്ളൂ: മാർക്കസ് ലിസീനിയസ് ക്രാസസ്. പണം കൊണ്ട് എന്തും വാങ്ങാം എന്ന് വിശ്വസിച്ചിരുന്ന മനുഷ്യൻ. റോമിലെ കെട്ടിടങ്ങൾക്ക് തീപിടിക്കുമ്പോൾ സ്വന്തം ഫയർഫോഴ്സുമായി ചെന്ന് കത്തുന്ന കെട്ടിടം ഉടമസ്ഥൻ ചുളുവിലയ്ക്ക് തനിക്ക് വിറ്റാൽ മാത്രം തീയണയ്ക്കുന്നത്ര ക്രൂരനായ ഒരു കച്ചവടക്കാരൻ കൂടിയായിരുന്നു അയാൾ. റോമിലെ അടിമകളുടെ കലാപം അടിച്ചമർത്തിയ വീരൻ എന്ന നിലയിലും അയാൾക്ക് പേരുണ്ടായിരുന്നു. പക്ഷെ ക്രാസസിന് ഒരു വലിയ ദുഃഖമുണ്ടായിരുന്നു. അയാളുടെ സമകാലികരായ ജൂലിയസ് സീസറും പോംപിയും യുദ്ധങ്ങൾ ജയിച്ച് വലിയ വീരന്മാരായി ആഘോഷിക്കപ്പെടുന്നു. താൻ മാത്രം വെറും ഒരു പണക്കാരനായി ഒതുങ്ങിപ്പോകുന്നു. ക്രാസസിന് പ്രായം 60 കടന്നിരുന്നു. പക്ഷെ അത്യാഗ്രഹം അയാളെ വെറുതെ ഇരിക്കാൻ അനുവദിച്ചില്ല. എനിക്ക് അലക്സാണ്ടറെ പോലെ ആകണം, കിഴക്കുള്ള ആ വലിയ പാർത്ഥിയൻ സാമ്രാജ്യം കീഴടക്കണം, അവിടുത്തെ സ്വർണം മുഴുവൻ റോമിലേക്ക് കൊണ്ടുവരണം. ഇതായിരുന്നു അയാളുടെ സ്വപ്നം. റോമൻ സെനറ്റിലെ പലരും അയാളെ വിലക്കി. പാർത്ഥിയക്കാർ നമ്മളെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ, എന്തിനാണ് വെറുതെ പോയി അവരുമായി ഉടക്കുന്നത് എന്നവർ ചോദിച്ചു. പക്ഷെ ക്രാസസ് കേട്ടില്ല. അയാൾ 7 വലിയ റോമൻ ലീജിയണുകളെയും കൂട്ടി ഏകദേശം 40,000 പടയാളികളുമായി സിറിയയിലേക്ക് കപ്പൽ കയറി. മകൻ പബ്ലിയസും അയാളുടെ കൂടെയുണ്ടായിരുന്നു. പാർത്ഥിയൻ രാജാവ് ഒറോഡസ് രണ്ടാമൻ ഇതറിഞ്ഞപ്പോൾ വലിയൊരു സൈന്യത്തെ അയക്കും എന്നാണ് ക്രാസസ് കരുതിയത്. പക്ഷെ രാജാവ് ചെയ്തത് വേറൊന്നാണ്. അദ്ദേഹം തൻ്റെ ഏറ്റവും മിടുക്കനായ എന്നാൽ വളരെ ചെറുപ്പക്കാരനായ ഒരു ജനറലിനെയാണ് ക്രാസസിനെ തടയാൻ അയച്ചത്. അവൻ്റെ പേര് സുറൈന. വെറും 30 വയസ്സിൽ താഴെ മാത്രം പ്രായമുള്ള സുന്ദരനായ, യുദ്ധക്കളത്തിൽ പോലും മുഖത്ത് ചായമിട്ട് വന്നിരുന്ന ഒരു വിചിത്ര മനുഷ്യൻ. സുറൈനയുടെ കൂടെ ഉണ്ടായിരുന്നത് വെറും 10,000 പേരാണ്. ക്രാസസിൻ്റെ 40,000 പേർക്കെതിരെ വെറും 10,000 പേർ. റോമൻ ജനറൽമാർ അത് കണ്ട് ചിരിച്ചു. ഇതൊരു യുദ്ധമായിരിക്കില്ല, വെറുമൊരു നടപ്പായിരിക്കും എന്നവർ അഹങ്കരിച്ചു. പക്ഷേ ക്രാസസിന് പറ്റിയ ആദ്യത്തെ അബദ്ധം വഴിയായിരുന്നു. പാർത്ഥിയൻ ചാരനായ ഒരു അറബ് വഴികാട്ടി ക്രാസസിനെ തെറ്റിദ്ധരിപ്പിച്ചു. സുരക്ഷിതമായ നദീതീരത്തുകൂടി പോകുന്നതിനു പകരം ചുട്ടുപഴുത്ത മരുഭൂമിയിലൂടെയാണ് അയാൾ റോമൻ സൈന്യത്തെ കൊണ്ടുപോയത്. കത്തുന്ന വെയില്, കുടിക്കാൻ വെള്ളമില്ല, മണൽക്കാറ്റ്. റോമൻ സൈന്യം തളരാൻ തുടങ്ങി. അങ്ങനെ അവർ കാർഹെ എന്ന സ്ഥലത്തെത്തി. ഇന്നത്തെ തുർക്കിയുടെ അതിർത്തിയിലുള്ള ഒരു വരണ്ട പ്രദേശം. പെട്ടെന്നാണ് അന്തരീക്ഷത്തിൽ ഒരു മുഴക്കം കേൾക്കാൻ തുടങ്ങിയത്. ഇടിമുഴക്കം പോലെയല്ല, അതിലും ഭീകരമായ ഒരു ശബ്ദം. പാർത്ഥിയൻ സൈന്യം വലിയ തുകൾ ഡ്രമ്മുകൾ കൊട്ടാൻ തുടങ്ങി. ആയിരക്കണക്കിന് ഡ്രമ്മുകളുടെ ശബ്ദം മരുഭൂമിയിലെ നിശബ്ദതയെ കീറിമുറിച്ചു. റോമൻ പടയാളികളുടെ നെഞ്ചിൽ ഭയം നിറയ്ക്കാൻ ആ ഒരൊറ്റ ശബ്ദം മതിയായിരുന്നു. ദൂരെ നിന്ന് പാർത്ഥിയൻ സൈന്യം പ്രത്യക്ഷപ്പെട്ടു. ആദ്യം കണ്ടത് തുണി കൊണ്ട് മൂടിയ കുതിരകളെയായിരുന്നു. റോമൻ സൈന്യം അടുത്തേക്ക് വന്നതും സുറേന ഒരു സിഗ്നൽ കൊടുത്തു. നിമിഷങ്ങൾക്കുള്ളിൽ ആ തുണികൾ മാറ്റപ്പെട്ടു. ഉച്ചവെയിലിൽ കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശമായിരുന്നു പിന്നീട്. കുതിരയും പടയാളിയും പൂർണ്ണമായും ഉരുക്ക് കവചം ധരിച്ച കാറ്റഫ്രാക്റ്റുകൾ.
സൂര്യപ്രകാശത്തിൽ അവർ തിളങ്ങുന്നത് കണ്ടപ്പോൾ റോമൻ പടയാളികൾക്ക് കണ്ണ് തുറക്കാൻ പോലും പ്രയാസമായി. ക്രാസസ് തന്റെ സൈന്യത്തോട് ചതുരശ്ര രൂപത്തിൽ അണിനിരക്കാൻ ആജ്ഞാപിച്ചു. റോമൻ സൈന്യത്തിന്റെ ഏറ്റവും വലിയ ശക്തി അവരുടെ വലിയ പരിചകളാണ്. ആമത്തോടുപോലെ പരിചകൾ ചേർത്തു പിടിച്ചാൽ ഒരു അമ്പിനും അതിനുള്ളിൽ കടക്കാൻ കഴിയില്ല. പക്ഷേ പാർത്തിയൻ വില്ലുകൾ സാധാരണ വില്ലുകളല്ലായിരുന്നു. 2 തരം മരങ്ങൾ ചേർത്തുണ്ടാക്കിയ കോമ്പൗണ്ട് വില്ലുകൾ. അതിൽ നിന്ന് വരുന്ന അമ്പുകൾക്ക് ഭയങ്കര ശക്തിയായിരുന്നു. യുദ്ധം തുടങ്ങിയതും ആകാശം ഇരുണ്ടു. അമ്പുകളുടെ പെരുമഴ. റോമൻ പടയാളികൾ പരിചകൾ ഉയർത്തിപ്പിടിച്ചു. കുറച്ചുനേരം പിടിച്ചു നിന്നാൽ മതി, അവരുടെ അമ്പുകൾ തീരും, അപ്പോൾ നമുക്ക് ആക്രമിക്കാം എന്ന് ക്രാസസ് കണക്കുകൂട്ടി. പക്ഷേ സമയം മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും അമ്പുകൾ തീരുന്നില്ല. പകരം അമ്പുകളുടെ ശക്തി കൂടിക്കൊണ്ടിരുന്നു. റോമൻ പരിചകളെ തുളച്ച് പടയാളികളുടെ കൈകളെ പരിചയോട് ചേർത്ത് അമ്പുകൾ തറച്ചുകയറി. എങ്ങനെയാണ് ഇവർക്ക് ഇത്രയും അമ്പുകൾ കിട്ടുന്നത്? ക്രാസസ് ദൂരേക്ക് നോക്കിയപ്പോഴാണ് ആ കാഴ്ച കണ്ടത്. യുദ്ധക്കളത്തിന് പിന്നിൽ ആയിരക്കണക്കിന് ഒട്ടകങ്ങൾ വരിവരിയായി നിൽക്കുന്നു. ഓരോ ഒട്ടകത്തിൻ്റെയും പുറത്ത് അമ്പുകൾ നിറച്ച ചാക്കുകളുണ്ട്. മുൻനിരയിലെ വില്ലാളികളുടെ അമ്പുകൾ തീരുമ്പോൾ അവർ പിന്നിലേക്ക് പോയി പുതിയ അമ്പുകൾ നിറച്ചു വരുന്നു. ഇതൊരു യുദ്ധമായിരുന്നില്ല, ഒരു കൂട്ടക്കൊലയായിരുന്നു. അമ്പുകൾ തീരില്ലെന്ന് മനസ്സിലായതോടെ റോമൻ സൈന്യം മാനസികമായി തകർന്നു. ഗത്യന്തരമില്ലാതെ ക്രാസസ് തന്റെ മകൻ പബ്ലിയസിനെ കുറച്ച് പടയാളികളുമായി പാർത്ഥ്യൻ വില്ലാളികളെ തുരത്താനയച്ചു. ഇത് കണ്ട പാർത്ഥ്യന്മാർ പേടിച്ചോടുന്നതുപോലെ അഭിനയിച്ചു. ആവേശം കയറിയ പബ്ലിയസ് അവരെ പിന്തുടർന്നു. പക്ഷേ അത് സുരേനയുടെ കെണിയായിരുന്നു. മരുഭൂമിയുടെ ഉള്ളിലേക്ക് കൊണ്ടുപോയ ശേഷം പാർത്ഥ്യൻ കുതിരപ്പട പബ്ലിയസിനെ വളഞ്ഞു. പൊടിപടലങ്ങൾക്കിടയിൽ എന്ത് നടക്കുന്നുവെന്ന് ക്രാസസിന് കാണാൻ കഴിഞ്ഞില്ല. കുറച്ച് സമയത്തിന് ശേഷം പാർത്ഥ്യൻ സൈന്യം വീണ്ടും ക്രാസസിന്റെ അടുത്തേക്ക് വന്നു. ഇത്തവണ അവരുടെ കയ്യിൽ ഒരു കുന്തമുണ്ടായിരുന്നു. ആ കുന്തത്തിന്റെ അറ്റത്ത് ക്രാസസിന്റെ സ്വന്തം മകന്റെ തല കോർത്തുവച്ചിരുന്നു. ഇതാ, നിന്റെ മകൻ ധീരനായിരുന്നു, പക്ഷേ വിഡ്ഢിയായിരുന്നു എന്നവർ വിളിച്ചു പറഞ്ഞു. ഇത് കണ്ട ക്രാസസ് തകർന്നുപോയി. എന്റെ കണ്ണുകൾ പോയി, ഇനി എനിക്ക് യുദ്ധം ചെയ്യാനാവില്ല എന്നയാൾ നിലവിളിച്ചു. രാത്രിയായതോടെ റോമൻ സൈന്യം പിന്തിരിഞ്ഞോടി. 40,000 പേരിൽ പകുതിയും മരിച്ചു കഴിഞ്ഞിരുന്നു. ബാക്കിയുള്ളവർക്ക് ഒരൊറ്റ ചിന്തയേ ഉണ്ടായിരുന്നുള്ളൂ, എങ്ങനെയെങ്കിലും ജീവൻ തിരിച്ചു കിട്ടണം. സുരേന പിറ്റേന്ന് രാവിലെ ക്രാസസിനൊരു സന്ദേശം അയച്ചു. നമുക്ക് സമാധാന ചർച്ച നടത്താം, ഞാൻ നിങ്ങളെ വെറുതെ വിടാം. ഇത് മറ്റൊരു കെണിയാണെന്ന് ക്രാസസിന് അറിയാമായിരുന്നു. പക്ഷേ സ്വന്തം പടയാളികൾ അയാളെ ഭീഷണിപ്പെടുത്തി. നീ പോയി സംസാരിച്ചില്ലെങ്കിൽ നിന്നെ ഞങ്ങൾ കൊല്ലും. ഗത്യന്തരമില്ലാതെ ലോകത്തിലെ ഏറ്റവും വലിയ പടക്കാരൻ തലകുനിച്ച പാർത്ഥ്യൻ ജനറലിന്റെ അടുത്തേക്ക് പോയി. ചർച്ചയ്ക്കിടയിൽ എന്ത് സംഭവിച്ചു എന്ന് വ്യക്തമല്ല. ഒരു ഉന്തും തള്ളുമുണ്ടായി. റോമൻ പടയാളികളും പാർത്ഥിയൻ പടയാളികളും ഏറ്റുമുട്ടി. ആ ബഹളത്തിനിടയിൽ മാർക്കസ് ലിസീനിയസ് ക്രാസസ് കൊല്ലപ്പെട്ടു. ഇവിടെയാണ് ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തമായ, ഒരുപക്ഷെ ഭാവന കലർന്നതുമായ ആ കഥ നടക്കുന്നത്. ക്രാസസിന്റെ മൃതദേഹം കണ്ട പാർത്ഥിയൻ രാജാവ് ഒരു ശിക്ഷ നടപ്പിലാക്കി. ജീവിതകാലം മുഴുവൻ സ്വർണത്തോട് ആർത്തി കാണിച്ച ക്രാസസിനെ പഠിപ്പിക്കാൻ ഉരുക്കിയ സ്വർണം അയാളുടെ തൊണ്ടയിലേക്ക് ഒഴിച്ചുകൊടുത്തു എന്ന് പറയപ്പെടുന്നു. നിനക്ക് സ്വർണമല്ലേ വേണ്ടത്, ഇതാ കുടിച്ചോളൂ എന്ന് പറഞ്ഞത്രേ. ഇത് സത്യമാണോ എന്നുറപ്പില്ല. പക്ഷേ റോമൻ ജനത ഈ കഥ കേട്ട് നടുങ്ങിപ്പോയി. ഏറ്റവും വലിയ നാണക്കേട് അതല്ലായിരുന്നു. റോമൻ സൈന്യത്തിൻ്റെ ഈഗിൾസ് അഥവാ അവരുടെ പതാകകളും ചിഹ്നങ്ങളും പാർത്ഥ്യക്കാർ പിടിച്ചെടുത്തു. ഒരു റോമൻ പടയാളിയെ സംബന്ധിച്ചിടത്തോളം മരിക്കുന്നതിനേക്കാൾ വലിയ അപമാനമാണ് സ്വന്തം പതാക ശത്രുവിൻ്റെ കയ്യിലാകുന്നത്. ആ പതാകകൾ പാർത്ഥിയൻ ക്ഷേത്രങ്ങളിൽ വിജയചിഹ്നങ്ങളായി അവർ സൂക്ഷിച്ചുവെച്ചു. കാർഹേയിലെ യുദ്ധം ലോകത്തിനൊരു കാര്യം വ്യക്തമാക്കിക്കൊടുത്തു. റോമിനെ തോൽപ്പിക്കാൻ പറ്റാത്ത ശക്തിയൊന്നുമല്ല. കിഴക്ക് മരുഭൂമിയിൽ റോമിന് കിടപിടിക്കുന്ന മറ്റൊരു സാമ്രാജ്യമുണ്ട്. അവർക്ക് റോമിനേക്കാൾ നല്ല കുതിരകളുണ്ട്, റോമിനേക്കാൾ നല്ല തന്ത്രങ്ങളുണ്ട്. ഈ വിജയം പാർത്ഥിയൻ സാമ്രാജ്യത്തിൻ്റെ യശസ് വാനോളം ഉയർത്തി. റോമാക്കാർ പിന്നീട് പലതവണ പാർത്ഥിയയെ ആക്രമിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഓരോ തവണയും അവർക്ക് തിരിച്ചു കിട്ടി. ആ മരുഭൂമിയിലേക്ക് പോകരുത്, അവിടെ പ്രേതങ്ങളെപ്പോലെ പായുന്ന വില്ലാളികളുണ്ട് എന്ന് റോമൻ അമ്മമാർ കുട്ടികളെ പേടിപ്പിക്കാൻ തുടങ്ങി. പക്ഷെ പാർത്ഥിയൻ സാമ്രാജ്യത്തിനും കാലത്തിൻ്റെ ഒഴുക്കൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല.
നൂറ്റാണ്ടുകൾക്ക് ശേഷം തുടർച്ചയായ യുദ്ധങ്ങളും ആഭ്യന്തര കലാപങ്ങളും അവരെ തളർത്തി. റോമുമായുള്ള യുദ്ധങ്ങൾ അവരെ സാമ്പത്തികമായി ക്ഷീണിപ്പിച്ചു. രാജാക്കന്മാർ ദുർബലരായി. പാർത്ഥിയൻ സാമ്രാജ്യം ക്ഷയിച്ചു തുടങ്ങിയപ്പോൾ പഴയ പേർഷ്യൻ പ്രതാപം സ്വപ്നം കാണുന്ന മറ്റൊരു കൂട്ടർ തയ്യാറെടുക്കുന്നുണ്ടായിരുന്നു. ഫാർസ് എന്ന പ്രവിശ്യയിൽ നിന്ന് പഴയ സൈറസിൻ്റെ പിൻഗാമികളാണെന്ന് അവകാശപ്പെടുന്ന ഒരു പുതിയ വംശം. അവർ പാർത്ഥിയൻ കുതിരകളെക്കാൾ ശക്തരായ സിംഹങ്ങളെപ്പോലെയായിരുന്നു. സസാനിയൻ സാമ്രാജ്യം. പേർഷ്യൻ ചരിത്രത്തിലെ ഏറ്റവും പ്രതാപമുള്ള കാലഘട്ടമാണ് ഇനി വരാൻ പോകുന്നത്. ഒരു റോമൻ ചക്രവർത്തിയെ മുട്ടുകുത്തിച്ച് അയാളുടെ മുതുകിൽ ചവിട്ടി കുതിരപ്പുറത്ത് കയറിയ ഒരു പേർഷ്യൻ രാജാവിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അടുത്ത ഭാഗം നിങ്ങൾക്കുള്ളതാണ്. റോമിനെ വിറപ്പിച്ച ഷാപ്പൂർ രാജാവിൻ്റെ കഥയിലേക്ക് നമുക്ക് പോകാം. പാർത്ഥിയൻ സാമ്രാജ്യം മരുഭൂമിയിലെ മണൽത്തരികൾ പോലെ ചിതറിപ്പോയപ്പോൾ ചരിത്രം അവിടെ അവസാനിച്ചു എന്ന് പലരും കരുതി. റോമാക്കാർ ആശ്വസിച്ചു. ഇനിയെങ്കിലും നമുക്ക് സമാധാനമായി ഉറങ്ങാം, ആ കിഴക്കൻ ശല്യങ്ങൾ ഒഴിഞ്ഞു കിട്ടിയല്ലോ. എന്നാൽ റോമിന് തെറ്റി. പാർത്ഥിയൻ സാമ്രാജ്യത്തിൻ്റെ ചാരത്തിൽ നിന്ന് അതിലും ഭയാനകമായ, അതിലും പ്രതാപമുള്ള മറ്റൊരു ശക്തി ഉയർന്നു വരികയായിരുന്നു. ഈ പുതിയ സാമ്രാജ്യത്തിൻ്റെ കഥ തുടങ്ങുന്നത് ഫാർസ് എന്ന സ്ഥലത്തു നിന്നാണ്. പണ്ട് മഹാനായ സൈറസും ദാരിയസുമൊക്കെ ജനിച്ച അതേ മണ്ണ്. അവിടെ അർദ്ധഷീർ എന്നൊരു പ്രഭു ജീവിച്ചിരുന്നു. പാർത്ഥിയൻ രാജാക്കന്മാർ ഗ്രീക്ക് സംസ്കാരത്തെ സ്നേഹിക്കുന്നവരാണെന്ന് പറഞ്ഞു നടക്കുന്നതിനോട് അർദ്ധഷീറിന് കടുത്ത പുച്ഛമായിരുന്നു. നമ്മൾ പേർഷ്യക്കാരാണ്, നമ്മൾ എന്തിനാണ് ഗ്രീക്കുകാരെ അനുകരിക്കുന്നത് എന്ന ചോദ്യം അദ്ദേഹം ഉയർത്തി. അർദ്ധഷീർ വാളെടുത്തു. തളർന്നുകിടന്ന പാർത്ഥിയൻ രാജാവിനെ വധിച്ച് അദ്ദേഹം പുതിയൊരു സാമ്രാജ്യം പ്രഖ്യാപിച്ചു, സസ്സാനിയൻ സാമ്രാജ്യം. ഇത് വെറുമൊരു ഭരണമാറ്റമായിരുന്നില്ല, പേർഷ്യൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ ശുദ്ധികലശമായിരുന്നു. അർദ്ധഷീർ പറഞ്ഞു, ഇനി മുതൽ നമ്മൾ പഴയ അഖീമിനിഡ് രാജാക്കന്മാരുടെ പിൻഗാമികളാണ്. നമ്മുടെ മതം സൊറാസ്ട്രിയനിസമാണ്. നമ്മുടെ ദൈവം അഹൂര മസ്ദയാണ്. നാടുനീളെ അഗ്നിക്ഷേത്രങ്ങൾ ഉയർന്നു വന്നു. കിട്ടുപോയെന്ന് കരുതിയ പേർഷ്യൻ അഭിമാനം ആളിക്കത്താൻ തുടങ്ങി. അർദ്ധഷീർ തൻ്റെ പേരിൻ്റെ കൂടെ ഒരു വമ്പൻ വിശേഷണം കൂടി ചേർത്തു, ഇറാനിലെ രാജാക്കന്മാരുടെ രാജാവ്. പക്ഷേ ഈ കഥയിലെ യഥാർത്ഥ നായകൻ അർദ്ധഷീർ അല്ല, അദ്ദേഹത്തിൻ്റെ മകൻ ഷാപ്പൂർ ഒന്നാമനാണ്. ചരിത്രം കണ്ട ഏറ്റവും കരുത്തനായ, ഏറ്റവും തന്ത്രശാലിയായ പേർഷ്യൻ ഭരണാധികാരികളിൽ ഒരാൾ. ഷാപ്പൂർ സിംഹാസനത്തിൽ കയറിയപ്പോൾ റോമാക്കാർ കരുതി, ഇതും പഴയതുപോലെ തന്നെ, കുറച്ചു കഴിയുമ്പോൾ പണം കൊടുത്തൊതുക്കാം. എന്നാൽ ഷാപ്പൂർ പണം വാങ്ങാൻ ഇങ്ങോട്ട് വന്നവനല്ല, റോമിനെ വാങ്ങാൻ വന്നവനാണ് എന്ന് അവർ വൈകിയാണ് തിരിച്ചറിഞ്ഞത്. ഷാപ്പൂർ റോമൻ സാമ്രാജ്യത്തിലേക്ക് മിന്നലാക്രമണങ്ങൾ തുടങ്ങി. അന്നത്തെ റോം പഴയ റോമായിരുന്നില്ല. ആഭ്യന്തര പ്രശ്നങ്ങളും ദാരിദ്ര്യവും കൊണ്ട് അവർ വലയുകയായിരുന്നു. ഷാപ്പൂർ ഇത് മുതലെടുത്തു. സിറിയയിലെ വമ്പൻ നഗരമായ അന്ത്യോക്യ അദ്ദേഹം പിടിച്ചെടുത്തു. റോമൻ പടയാളികൾക്ക് ഷാപ്പൂരിൻ്റെ സൈന്യത്തിനു മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. കാരണം സസാനിയൻ സൈന്യം പാർത്ഥിയരെപ്പോലെ വെറും കുതിരപ്പടയാളികളല്ല. അവർക്ക് ഉപരോധ വിദ്യകളറിയാം. വമ്പൻ മതിലുകൾ തകർക്കാനും കോട്ടകൾ പിടിക്കാനും അവർക്ക് പ്രത്യേക യന്ത്രങ്ങളുണ്ടായിരുന്നു. റോമൻ സാമ്രാജ്യം ഞെട്ടിവിറച്ചു. 3 റോമൻ ചക്രവർത്തിമാരാണ് ഷാപ്പൂരിന് മുന്നിൽ പെട്ടുപോയത്. അതിൽ ഗോർഡിയൻ ചക്രവർത്തി യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. ഫിലിപ്പ് ചക്രവർത്തി ഷാപ്പൂരിൻ്റെ കാൽക്കൽ വീണ് വമ്പൻ തുക കപ്പമായി നൽകി സമാധാനം വാങ്ങി. എന്നാൽ ഏറ്റവും വലിയ ദുരന്തം കാത്തിരുന്നത് വലേറിയൻ എന്ന ചക്രവർത്തിക്കായിരുന്നു. ഇതൊരു സിനിമ പോലെ സങ്കൽപ്പിക്കൂ. AD 260 എഡെസ്സ എന്ന സ്ഥലത്തുവെച്ച് റോമൻ സൈന്യവും പേർഷ്യൻ സൈന്യവും ഏറ്റുമുട്ടുന്നു. വലേറിയൻ ചക്രവർത്തിക്ക് 70 വയസ്സുണ്ട്. റോമൻ സാമ്രാജ്യത്തിൻ്റെ ദൈവതുല്യനായ ഭരണാധികാരി. അദ്ദേഹം നേരിട്ടാണ് യുദ്ധം നയിക്കുന്നത്. പക്ഷേ ഷാപ്പൂരിൻ്റെ തന്ത്രങ്ങളിൽ റോമൻ സൈന്യം പെട്ടുപോയി. പടയാളികൾ മരിച്ചു വീഴുന്നു. ബാക്കിയുള്ളവർ പട്ടിണിയിലും രോഗത്തിലും വലയുന്നു. ഗത്യന്തരമില്ലാതെ വലേറിയൻ സമാധാന ചർച്ചയ്ക്ക് തയ്യാറായി. കുറച്ചു സൈനികരുമായി അദ്ദേഹം ഷാപ്പൂരിനെ കാണാൻ ചെന്നു. പക്ഷേ അവിടെ നടന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ ചതികളിലൊന്നാണ്, അല്ലെങ്കിൽ ഏറ്റവും വലിയ വിജയവും. ഷാപ്പൂർ ചർച്ചയ്ക്ക് നിന്നില്ല. അദ്ദേഹം റോമൻ ചക്രവർത്തിയെ അപ്പടി പൊക്കി തടവിലാക്കി.
ലോകം സ്തംഭിച്ചുപോയ നിമിഷമായിരുന്നു അത്. ഒരു റോമൻ ചക്രവർത്തി ശത്രുവിൻ്റെ തടവുകാരനായി പിടിക്കപ്പെടുകയോ, അതും ജീവനോടെയോ? റോമിലെ സെനറ്റിൽ ഈ വാർത്ത എത്തിയപ്പോൾ പലർക്കും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. സൂര്യൻ അസ്തമിച്ചതുപോലെയായിരുന്നു അവർക്കത്. ഇനിയാണ് കഥയിലെ ഏറ്റവും നാടകീയമായ ഭാഗം. തടവിലാക്കിയ വലേറിയനെ ഷാപ്പൂർ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത്? ചരിത്രകാരന്മാർക്കിടയിൽ ഇതിനെക്കുറിച്ച് പല തർക്കങ്ങളുമുണ്ട്. പക്ഷെ പ്രചരിക്കുന്ന കഥകൾ റോമാക്കാരുടെ രക്തം മരവിപ്പിക്കുന്നതാണ്. ഷാപ്പൂർ കുതിരപ്പുറത്ത് കയറാൻ പോകുമ്പോഴെല്ലാം ചക്രവർത്തിയായ വലേറിയനെ കുനിച്ചു നിർത്തുമായിരുന്നു അത്രേ. വലേറിയന്റെ മുതുകിൽ ചവിട്ടിയാണ് ഷാപ്പൂർ കുതിരപ്പുറത്ത് കയറിയിരുന്നത്. ഇതാണ് യഥാർത്ഥ റോം, അല്ലാതെ നിങ്ങൾ വരച്ചു വെച്ചിരിക്കുന്ന ചിത്രങ്ങളല്ല എന്ന് ഷാപ്പൂർ പരിഹസിച്ചു ചിരിക്കുമായിരുന്നു. വർഷങ്ങളോളം വലേറിയൻ പേർഷ്യൻ തടവറയിൽ അടിമയെപ്പോലെ ജീവിച്ചു. ഒടുവിൽ അദ്ദേഹം മരിച്ചപ്പോൾ ഷാപ്പൂർ അദ്ദേഹത്തിൻ്റെ തൊലി ഉരിഞ്ഞെടുത്ത് അതിൽ വൈക്കോൽ നിറച്ച് ചുവന്ന ചായം പൂശി ഒരു ക്ഷേത്രത്തിൽ പ്രദർശനത്തിന് വെച്ചു എന്നും കഥകളുണ്ട്. ഇത് റോമാക്കാരെ അപമാനിക്കാൻ വേണ്ടിയുണ്ടാക്കിയ കഥകളാകാം. പക്ഷെ ഒന്നുറപ്പാണ്, വലേറിയൻ ഒരിക്കലും റോമിലേക്ക് തിരിച്ചുപോയിട്ടില്ല. ഈ വിജയം ഷാപ്പൂർ വെറുതെ പറഞ്ഞു നടക്കുക മാത്രമല്ല ചെയ്തത്, അത് പാറകളിൽ കൊത്തിവെക്കുകയും ചെയ്തു. ഇന്നും ഇറാനിലെ നക്ഷേ റുസ്തം എന്ന സ്ഥലത്ത് ചെന്നാൽ വലിയൊരു ശില്പം കാണാം. കുതിരപ്പുറത്ത് ഗാംഭീര്യത്തോടെ ഇരിക്കുന്ന ഷാപ്പൂർ, അദ്ദേഹത്തിന് മുന്നിൽ മുട്ടുകുത്തി നിൽക്കുന്ന ഫിലിപ്പ് ചക്രവർത്തി, കൈകൾ ബന്ധിക്കപ്പെട്ട് നിൽക്കുന്ന വലേറിയൻ. 2000 വർഷങ്ങൾക്കിപ്പുറവും ആ കല്ലുകൾ ഷാപ്പൂരിൻ്റെ വിജയഗാഥ പാടുന്നുണ്ട്. പക്ഷെ ഷാപ്പൂർ വെറുമൊരു യുദ്ധക്കൊതിയനായിരുന്നില്ല. അദ്ദേഹം പിടിച്ചുകൊണ്ടുവന്ന 70,000-ഓളം റോമൻ തടവുകാരെ അദ്ദേഹം കൊന്നില്ല. പകരം അവരെക്കൊണ്ട് പണിയെടുപ്പിച്ചു. റോമാക്കാർക്ക് പാലങ്ങളും അണക്കെട്ടുകളും പണിയാൻ നല്ല കഴിവുണ്ടെന്ന് ഷാപ്പൂരിനറിയാമായിരുന്നു. അങ്ങനെ പേർഷ്യൻ നദികൾക്ക് കുറുകെ വമ്പൻ പാലങ്ങൾ ഉയർന്നു. ബന്ദ് എ കൈസർ അഥവാ സീസറിൻ്റെ അണക്കെട്ട് എന്ന് വിളിക്കുന്ന പാലം ഇന്നും ഇറാനിലെ ഷുഷ്ടാർ എന്ന സ്ഥലത്തുണ്ട്. റോമൻ എഞ്ചിനീയറിംഗ് പേർഷ്യൻ മണ്ണിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു. ഷാപ്പൂരിൻ്റെ കാലത്ത് പേർഷ്യ വീണ്ടും കലയുടെയും സംസ്കാരത്തിൻ്റെയും കേന്ദ്രമായി. മരുഭൂമിയിൽ നഗരങ്ങൾ പൂത്തുലഞ്ഞു. ബിഷാപ്പൂർ എന്ന പേരിൽ അദ്ദേഹം ഒരു പുതിയ നഗരം തന്നെ പണിതു. ഗ്രീക്ക്, റോമൻ, പേർഷ്യൻ ശൈലികൾ കൂടിച്ചേർന്ന് മനോഹരമായ കൊട്ടാരങ്ങൾ അവിടെയുണ്ടായിരുന്നു. സസാനിയൻ കാലഘട്ടത്തിലെ വസ്ത്രധാരണം പോലും വളരെ രാജകീയമായിരുന്നു. പട്ടും രത്നങ്ങളും പതിച്ച വസ്ത്രങ്ങൾ. പുരുഷന്മാർ നീളമുള്ള താടി വളർത്തുകയും വലിയ കമ്മലുകൾ അണിയുകയും ചെയ്തു. സ്ത്രീകൾ സമൂഹത്തിൽ ഉന്നത സ്ഥാനങ്ങൾ വഹിച്ചിരുന്നു. സംഗീതവും നൃത്തവും കൊട്ടാരങ്ങളിൽ ഒഴുകി നടന്നു. ചെസ് കളി അതിൻ്റെ ആദ്യ രൂപത്തിൽ കളിച്ചിരുന്നത് ഈ കാലത്താണ്. ചതുരംഗം ഇന്ത്യയിൽ നിന്ന് പേർഷ്യയിലെത്തി. അവിടെ നിന്ന് അത് ലോകം മുഴുവൻ പടർന്നു. സ്വരാഷ്ട്രീയൻ മതം അതിൻ്റെ എല്ലാ പ്രൗഢിയോടും കൂടി നിലനിന്നു. അവസ്ഥ എന്ന വിശുദ്ധ ഗ്രന്ഥം ക്രോഡീകരിച്ചത് ഈ കാലത്താണ്. നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടം, സ്വർഗവും നരകവും, അന്ത്യവിധി, ഈ ആശയങ്ങൾ ശക്തമായി പ്രചരിച്ചു. ഷാപ്പൂർ മരിക്കുമ്പോൾ സസാനിയൻ സാമ്രാജ്യം അതിൻ്റെ നെറുകയിലായിരുന്നു. ഞാൻ എൻ്റെ മുൻഗാമികളെക്കാൾ വലിയവനാണ് എന്ന് പറയാൻ അദ്ദേഹത്തിന് എല്ലാ അവകാശവുമുണ്ടായിരുന്നു. കിഴക്ക് കുഷാനന്മാരെയും പടിഞ്ഞാറ് റോമിനെയും അദ്ദേഹം വിറപ്പിച്ചു. പക്ഷേ ചരിത്രം ആർക്കും സ്ഥിരമായൊരിപ്പിടം നൽകില്ലല്ലോ. ഷാപ്പൂരിന് ശേഷം വന്ന രാജാക്കന്മാർ അത്ര ശക്തരായിരുന്നില്ല. മാത്രമല്ല, റോം മെല്ലെ ക്രിസ്തുമതത്തിലേക്ക് മാറാൻ തുടങ്ങിയിരുന്നു. കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന പുതിയ തലസ്ഥാനം ഉയർന്നുവന്നു. പേർഷ്യയും റോമും, ഇപ്പോൾ ബൈസന്റൈൻ സാമ്രാജ്യവും തമ്മിലുള്ള പോരാട്ടം പുതിയൊരു തലത്തിലേക്ക് മാറാൻ പോവുകയാണ്. അത് വെറുമൊരു മണ്ണു പിടിച്ചെടുക്കൽ യുദ്ധമായിരുന്നില്ല. 2 മതങ്ങൾ തമ്മിലുള്ള, 2 സംസ്കാരങ്ങൾ തമ്മിലുള്ള പോരാട്ടമായി മാറാൻ പോവുകയാണ്. ഷാപ്പൂർ അടിച്ചേൽപ്പിച്ച അപമാനത്തിന് പകരം ചോദിക്കാൻ റോം കാത്തിരിക്കുകയാണ്. എന്നാൽ പേർഷ്യൻ സിംഹാസനത്തിൽ മറ്റൊരു ഇതിഹാസം കൂടി വരാനിരിക്കുന്നുണ്ട്. അനശ്വരൻ എന്ന് ചരിത്രം വിളിച്ച ഖോസ്രോ രാജാവിൻ്റെ കഥ. 2 സാമ്രാജ്യങ്ങൾ, പേർഷ്യയും ബൈസന്റൈനും, പരസ്പരം തളരുന്നതുവരെ പൊരുതിയ ആ വലിയ കഥയാണ് അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത്. ഒരു സാമ്രാജ്യത്തിൻ്റെ അസ്തമയത്തിനു മുൻപുള്ള ഏറ്റവും വലിയ ജ്വാല. സസാനിയൻ സാമ്രാജ്യം അതിൻ്റെ ഏറ്റവും വലിയ പ്രതാപത്തിലേക്ക് ഉയരുന്നത് ഷാപ്പൂർ രാജാവിനു ശേഷം കുറച്ചുകാലം കൂടി കഴിഞ്ഞാണ്. ഈ കാലഘട്ടത്തെ അടയാളപ്പെടുത്തിയത് മറ്റൊരു രാജാവാണ്, ഖോസ്രോ ഒന്നാമൻ. ചരിത്രം അദ്ദേഹത്തെ വിളിക്കുന്നത് അനൂഷിർവാൻ എന്നാണ്, അതായത് അനശ്വരമായ ആത്മാവുള്ളവൻ.
പേർഷ്യൻ ഇതിഹാസങ്ങളിൽ നീതിമാനും ജ്ഞാനിയുമായ രാജാവ് എന്ന പേര് അദ്ദേഹം നേടിയെടുത്തു. ഖോസ്രോയുടെ കാലത്താണ് പേർഷ്യൻ സംസ്കാരം അതിൻ്റെ പൂർണ്ണതയിലെത്തിയത്. ടെസിഫോണിലെ അദ്ദേഹത്തിൻ്റെ കൊട്ടാരം തക്തി കിസ്ര വാസ്തുവിദ്യയുടെ ഒരത്ഭുതമായിരുന്നു. ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും വലിയ കമാനവാതിൽ ആർച്ച് ഇന്നും അവിടെ ഇറാഖിലെ മരുഭൂമിയിൽ തലയുയർത്തി നിൽക്കുന്നുണ്ട്. ആ കൊട്ടാരത്തിൽ ഒരു വിചിത്രമായ പരവതാനി ഉണ്ടായിരുന്നുവത്രേ. വസന്തത്തിൻ്റെ പരവതാനി. 100 കണക്കിന് മീറ്റർ നീളമുള്ള സ്വർണ്ണ നൂലുകളും പട്ടും രത്നങ്ങളും കൊണ്ട് തുന്നിയ ഒരു പൂന്തോട്ടം. പുറത്ത് ശൈത്യകാലമാണെങ്കിലും രാജാവിന് ആ പരവതാനിയിൽ നോക്കിയാൽ എപ്പോഴും വസന്തകാലം പോലെ തോന്നും. എന്നാൽ കൊട്ടാരത്തിലെ ഈ ഭംഗിക്കപ്പുറം അതിർത്തികളിൽ തീ പുകയുന്നുണ്ടായിരുന്നു. പടിഞ്ഞാറ് ബൈസന്റൈൻ സാമ്രാജ്യം, പഴയ കിഴക്കൻ റോമ സാമ്രാജ്യം. ഭരിച്ചിരുന്നത് ജസ്റ്റീനിയൻ എന്ന പ്രശസ്തനായ ചക്രവർത്തിയായിരുന്നു. ലോകത്തിലെ ഏറ്റവും ശക്തരായ 2 ഭരണാധികാരികൾ, ഖോസ്രോയും ജസ്റ്റീനിയനും. ഇവർ തമ്മിലുള്ള ബന്ധം വളരെ വിചിത്രമായിരുന്നു. അവർ പരസ്പരം ബഹുമാനിച്ചിരുന്നു, സഹോദര എന്ന് കത്തുകളിൽ സംബോധന ചെയ്തിരുന്നു. പക്ഷേ അവസരം കിട്ടുമ്പോഴെല്ലാം പരസ്പരം ആക്രമിക്കുകയും ചെയ്തിരുന്നു. ഒരിക്കൽ ഇരുവരും ചേർന്ന് നിത്യസമാധാന കരാർ എന്ന ഉടമ്പടി ഒപ്പുവെച്ചു. ഇനി നമ്മൾ തമ്മിൽ യുദ്ധമില്ല, എന്നേക്കും സമാധാനം എന്നായിരുന്നു പ്രഖ്യാപനം. പക്ഷേ ചരിത്രത്തിലെ ഏറ്റവും വലിയ തമാശകളിൽ ഒന്നായി അത് മാറി. ആ നിത്യസമാധാനം വെറും 8 വർഷമേ നീണ്ടുനിന്നുള്ളൂ. വീണ്ടും വാളുകൾ ഉറയിൽ നിന്ന് പുറത്തെടുത്തു. പേർഷ്യയും ബൈസന്റൈനും തമ്മിലുള്ള യുദ്ധങ്ങൾ വെറും സ്ഥലത്തിനു വേണ്ടിയുള്ളതായിരുന്നില്ല. അതൊരഭിമാന പ്രശ്നമായിരുന്നു. ഖോസ്രോയുടെ കൊച്ചുമകനായ ഖോസ്രോ രണ്ടാമൻ്റെ കാലമായപ്പോഴേക്കും കാര്യങ്ങൾ കൈവിട്ടുപോയി. ഇദ്ദേഹം ഒരു പടി കൂടി കടന്ന് ബൈസന്റൈൻ സാമ്രാജ്യത്തിൻ്റെ ഹൃദയമായ ജെറുസലേം ആക്രമിച്ചു. അവിടെ നിന്ന് ക്രിസ്ത്യാനികൾ ഏറ്റവും പരിശുദ്ധമായി കരുതുന്ന ട്രൂ ക്രോസ് അഥവാ യേശുവിനെ ക്രൂശിച്ച കുരിശ് അദ്ദേഹം പേർഷ്യയിലേക്ക് എടുത്തുകൊണ്ടുപോയി. ഇത് ക്രിസ്ത്യൻ ലോകത്തെ ഞെട്ടിച്ചു. ഇതോടെ യുദ്ധം ഒരു മതയുദ്ധത്തിൻ്റെ ഛായ കൈവരിച്ചു. ബൈസന്റൈൻ ചക്രവർത്തി ഹെറാക്ലിയസ് തകർന്നുപോയ തൻ്റെ സൈന്യത്തെ ഒന്നിപ്പിച്ചു. അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു പ്രത്യാഘാതനം തുടങ്ങി. ചരിത്രത്തിലെ ആദ്യത്തെ കുരിശുയുദ്ധമെന്ന് വേണമെങ്കിൽ ഇതിനെ വിളിക്കാം. ഹെറാക്ലിയസ് പേർഷ്യൻ മണ്ണിലേക്ക് ഇരച്ചു കയറി, കൊട്ടാരങ്ങൾ തകർത്തു. അവസാനം ഗത്യന്തരമില്ലാതെ പേർഷ്യക്കാർക്ക് ആ കുരിശു തിരികെ കൊടുക്കേണ്ടി വന്നു. ഈ യുദ്ധങ്ങൾ വർഷങ്ങളോളം നീണ്ടുനിന്നു. ഏകദേശം 25 വർഷത്തോളം 2 സാമ്രാജ്യങ്ങളും വിശ്രമമില്ലാതെ പോരടിച്ചു. ഫലമെന്തായിരുന്നു? 2 പേരും ജയിച്ചില്ല. 2 പേരും തോറ്റു എന്ന് പറയുന്നതാകും ശരി. ഖജനാവുകൾ കാലിയായി. യുവാക്കൾ യുദ്ധങ്ങളിൽ മരിച്ചു വീണു. കർഷകർക്ക് കൃഷി ചെയ്യാൻ പറ്റാതായി. ജനങ്ങൾ നികുതിഭാരം കൊണ്ട് പൊറുതിമുട്ടി. 2 മല്ലന്മാർ ഗുസ്തി പിടിച്ച് തളർന്ന് എഴുന്നേൽക്കാൻ വയ്യാതെ തറയിൽ കിടക്കുന്ന അവസ്ഥ. അപ്പോഴാണ് ആ പ്രതീക്ഷിത സംഭവം നടക്കുന്നത്. ആരും ശ്രദ്ധിക്കാതിരുന്ന, ആരും ഭയപ്പെടാതിരുന്ന തെക്കൻ മരുഭൂമിയിൽ നിന്ന് ഒരു പുതിയ കാറ്റ് വീശാൻ തുടങ്ങി. അറേബ്യ. അക്കാലം വരെ പേർഷ്യക്കാരും റോമാക്കാരും അറബികളെ കണ്ടിരുന്നത് വെറും കച്ചവടക്കാരായും മരുഭൂമിയിലെ ഗോത്രങ്ങളായുമാണ്. അവർക്ക് വലിയ സാമ്രാജ്യങ്ങൾ ഉണ്ടാക്കാൻ അറിയില്ല എന്നായിരുന്നു അവരുടെ ധാരണ. എന്നാൽ മദീനയിൽ നിന്ന് മുഹമ്മദ് നബിയുടെ നേതൃത്വത്തിൽ ഉയർന്നുവന്ന പുതിയൊരു വിശ്വാസവും ശക്തിയും ലോകത്തെ മാറ്റിമറിക്കാൻ പോകുകയായിരുന്നു. തുടർച്ചയായ യുദ്ധങ്ങളിൽ തളർന്നു കിടക്കുന്ന പേർഷ്യൻ ബൈസന്റൈൻ സാമ്രാജ്യങ്ങൾക്ക് നേരെ അറബ് മുസ്ലിം സൈന്യം മാർച്ച് ചെയ്തു. പേർഷ്യൻ ചക്രവർത്തിയായിരുന്ന യസ്ദഗേഡ് മൂന്നാമൻ ഇത് കേട്ടപ്പോൾ വിശ്വസിച്ചില്ല. മരുഭൂമിയിൽ നിന്ന് വരുന്ന ഇവർക്ക് നമ്മുടെ ആനപ്പടയോടും കവചധാരികളായ കുതിരകളോടും പിടിച്ചു നിൽക്കാൻ കഴിയുമോ എന്ന് അദ്ദേഹം ചോദിച്ചു. പക്ഷേ ഖാദിസിയ എന്ന സ്ഥലത്ത് വെച്ച് നടന്ന യുദ്ധം ആ ചോദ്യത്തിന് ഉത്തരം നൽകി. പേർഷ്യൻ സൈന്യം വളരെ വലുതായിരുന്നു. അവർക്ക് വമ്പൻ യുദ്ധാനകളുണ്ടായിരുന്നു. പക്ഷേ അറബ് സൈന്യം വേഗമേറിയവരായിരുന്നു. അവർക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ലായിരുന്നു. എന്നാൽ നേടാൻ സ്വർഗമുണ്ടെന്ന് അവർ വിശ്വസിച്ചു. ആ വിശ്വാസത്തിൻ്റെ കരുത്തിനു മുന്നിൽ പേർഷ്യയുടെ ആനകൾ വിരണ്ടോടി. പേർഷ്യൻ സൈന്യാധിപൻ റുസ്തം കൊല്ലപ്പെട്ടു. സാമ്രാജ്യത്തിൻ്റെ പതാക മണ്ണിൽ വീണു. അറബ് സൈന്യം നേരെ തലസ്ഥാനമായ ടെസിഫോണിലേക്ക് നീങ്ങി. പേടിച്ചു വിറച്ച യസ്ദഗേഡ് രാജാവ് തൻ്റെ സമ്പാദ്യവുമെടുത്ത് കിഴക്കോട്ട് ഓടിപ്പോയി. ഒരു കാലത്തിൽ ലോകം ഭരിച്ചിരുന്ന പേർഷ്യൻ തലസ്ഥാനം അനാഥമായി. അറബ് പടയാളികൾ ആ വലിയ കൊട്ടാരത്തിനുള്ളിൽ കയറിയപ്പോൾ അമ്പരന്നുപോയി. മരുഭൂമിയിലെ ലളിതമായ ജീവിതം മാത്രം കണ്ടിട്ടുള്ള അവർക്ക് ആ സ്വർണ്ണ സിംഹാസനങ്ങളും രത്നങ്ങൾ പതിച്ച തൂണുകളും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഖോസ്രോയുടെ ആ പ്രശസ്തമായ വസന്തത്തിൻ്റെ പരവതാനി അവർ മുറിച്ചെടുത്ത് സൈനികർക്ക് പങ്കിട്ടു കൊടുത്തു.
യസ്ദഗേർഡ് മൂന്നാമൻ വർഷങ്ങളോളം ഒളിവിൽ കഴിഞ്ഞു. ഒടുവിൽ മർവ് എന്ന സ്ഥലത്ത് വെച്ച് ഒരു ധാന്യപ്പുരയിൽ അഭയം തേടിയ ആ ചക്രവർത്തിയെ തിരിച്ചറിയാതെ ഒരു ധാന്യപ്പൊടിക്കാരൻ കൊലപ്പെടുത്തി എന്നാണ് കഥ. അതോടെ 1000-ലധികം വർഷം നീണ്ടുനിന്ന പേർഷ്യൻ രാജവാഴ്ചയ്ക്ക് തിരശീരം വീണു. അഗ്നിക്ഷേത്രങ്ങളിലെ കെടാവിളക്കുകൾ മെല്ലെ അണഞ്ഞു. ബാങ്ക് വിളികൾ പേർഷ്യൻ ആകാശത്തു മുഴങ്ങി. പേർഷ്യൻ സാമ്രാജ്യം അവസാനിച്ചു. പക്ഷെ പേർഷ്യ മരിച്ചില്ല. അതാണ് ഈ കഥയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അറബികൾ പേർഷ്യ കീഴടക്കിയെങ്കിലും പേർഷ്യൻ സംസ്കാരം അറബികളെ കീഴടക്കുകയാണ് ചെയ്തത്. പുതിയതായി വന്ന ഇസ്ലാമിക ഭരണകൂടം പേർഷ്യൻ ഭരണരീതികൾ അതേപടി പകർത്തി. പേർഷ്യൻ വസ്ത്രധാരണം, ഭക്ഷണം, സാഹിത്യം, ശാസ്ത്രം എന്നിവയെല്ലാം ഇസ്ലാമിക ലോകത്തിൻ്റെ ഭാഗമായി. ബാഗ്ദാദിൽ പിന്നീട് ഉയർന്നുവന്ന സുവർണ കാലഘട്ടം യഥാർത്ഥത്തിൽ പേർഷ്യൻ ബുദ്ധിയുടെ കൂടി സൃഷ്ടിയായിരുന്നു. സൈറസ് പടുത്തുയർത്തിയ, ദാരിയസ് ഭരിച്ച, അലക്സാണ്ടർ കത്തിച്ച, ഷാപൂർ സംരക്ഷിച്ച് ആ വലിയ സംസ്കാരം ഇന്നും ഇറാനിലെ മണ്ണിലും അവിടുത്തെ കവികളുടെ വരികളിലും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായി ചിതറിക്കിടക്കുന്ന പാഴ്സി സമൂഹത്തിലും ജീവിക്കുന്നു. സാമ്രാജ്യങ്ങൾ വരും, പോകും. പക്ഷെ മനുഷ്യൻ്റെ ആത്മാവും സംസ്കാരവും മരുഭൂമിയിലെ കാറ്റിനെ അതിജീവിച്ച് നിലനിൽക്കും. നമ്മുടെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ് സുഹൃത്തുക്കളെ. ആയിരക്കണക്കിന് വർഷങ്ങളിലൂടെ, യുദ്ധങ്ങളിലൂടെ, വിജയങ്ങളിലൂടെ നമ്മൾ സഞ്ചരിച്ചു. ഇപ്പോൾ ആ മരുഭൂമി ശാന്തമാണ്. പെർസിപ്പോളിസിലെ തകർന്ന തൂണുകൾക്ക് മുകളിൽ നിലാവ് പെയ്യുന്നുണ്ടാകും. പണ്ട് രാജാക്കന്മാർ നടന്ന വഴികളിലൂടെ ഇപ്പോൾ മണൽക്കാറ്റ് മാത്രം വീശുന്നു. ആ വലിയ കൊട്ടാരങ്ങളിലെ ആരവങ്ങൾ എന്നേക്കുമായി നിലച്ചു. ചരിത്രമെന്നതൊരു വലിയ ഉറക്കമാണ്. നമ്മൾ ഇന്ന് കേട്ട കാര്യങ്ങളെല്ലാം കാലത്തിൻ്റെ ഏടുകളിൽ വിശ്രമിക്കുന്നു. അഹങ്കാരവും പകയും സ്നേഹവുമെല്ലാം ഒടുവിൽ മണ്ണോട് ചേരുന്നുവെന്ന് ഈ കഥകൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഇനി നമുക്കും വിശ്രമിക്കാം. നിങ്ങളുടെ മനസ്സ് ആ പഴയ പേർഷ്യൻ പൂന്തോട്ടങ്ങളിലെ ശാന്തതയിലേക്ക് കൊണ്ടുവരൂ. പനിനീർ പൂക്കളുടെ ഗന്ധം, ഒഴുകുന്ന അരുവികളുടെ നേർത്ത ശബ്ദം എല്ലാം ശാന്തമാണ്. ചരിത്രത്തിൻ്റെ ഭാരം ഇറക്കിവെച്ച് ഈ രാത്രിയുടെ നിശബ്ദതയിലേക്ക് മെല്ലെ ഒഴുകിയിറങ്ങൂ. പ്രിയ സ്വപ്നസഞ്ചാരി, നിങ്ങൾക്ക് ഞാനൊരു നല്ലൊരു ശുഭരാത്രി നേരുന്നു.